നമ്മുടെ വിഷയം ഗുരുവിൻ്റെ ശാസ്ത്രീയ ചിന്തയും പുതുതലമുറയുടെ ദൗത്യവും എന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇന്നെന്നെ ക്ഷണിച്ചിരിക്കുന്നത് യുവാക്കളോട് സംസാരിക്കാനാണ്. ഏകദേശം 2006 മുതൽ പ്രഭാഷണം നടത്തി തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് തലനരച്ച മനുഷ്യരോടാണ്. ഈ തലനരച്ച മനുഷ്യരെന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായ മനുഷ്യരെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു വേദിയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ 2 ചേട്ടന്മാർ മാത്രമാണ് നരച്ചിരിക്കണുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നരയ്ക്കാത്തവരാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് ഡൈ അടിച്ചിരിക്കുന്നതാണ്, ഞങ്ങൾ മാത്രമാണ് ഒറിജിനലായിട്ട് ഇരിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഡൈ അടിച്ചവരല്ല, ഒരുപാട് കുഞ്ഞുമക്കളെയും കുഞ്ഞനിയന്മാരെയും അനിയത്തിമാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയൊരു പ്രതീക്ഷ പുതിയ തലമുറയിലാണ്. കതിരിക്കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പൊതുവെ പുതിയ തലമുറയൊക്കെ നശിച്ചു പോയി, പഴയ കാലമായിരുന്നു നല്ലത് എന്നൊക്കെയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അപ്പോൾ ഇതെത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഗുരുവിൻ്റെ ശാസ്ത്രീയ ചിന്തയും പുതുതലമുറയുടെ ദൗത്യവും എന്നതാണ്. ഈ ശാസ്ത്രീയ ചിന്ത എന്ന വാക്കിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പല്ല് ചതച്ചാൽ അതുവരെ ശാസ്ത്രമാണ്, വെറ്റില നോക്കുന്നതിന് വരെ ശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. ശാസ്യതേ അനേന ഇത് ശാസ്ത്രം എന്നാണ് ശാസ്ത്രം എന്ന വാക്കിന് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സയൻസ്, സയൻറ്റിഫിക് ടെമ്പർ. പഠിതാക്കളുണ്ടെങ്കിൽ ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു പേപ്പറോ പേനയോ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വയ്ക്കാൻ അത് എളുപ്പമാണ്. അപ്പോൾ ശാസ്ത്രീയത എന്ന വാക്ക്, ശാസ്ത്രചിന്ത, സയൻറ്റിഫിക് ടെമ്പർ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. സയൻറ്റിഫിക് ടെമ്പർ എങ്ങനെയാണ് ഗുരു പുലർത്തിയിരുന്നത്, ഗുരുവിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്, ഇതെങ്ങനെയാണ് ഒരു പുതിയ തലമുറയോട് സംവദിക്കുന്നത് എന്നെല്ലാമാണ് നമ്മളിന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതിനെ തന്നെ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. സയൻറ്റിഫിക് ടെമ്പർ എന്നാൽ ശാസ്ത്രീയ ചിന്ത. ശാസ്ത്രചിന്ത എന്നല്ല, ശാസ്ത്രീയ ചിന്ത. ശാസ്ത്രത്തിന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഒരു നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, കഥകളിലൂടെ പ്രചരിപ്പിച്ചു, ഇതൊന്നും ശാസ്ത്രമായിട്ട് കാണില്ല. ശാസ്ത്രം ഇവിടെ ഇരുന്നാലും, അമേരിക്കയിലിരുന്നാലും, യൂറോപ്പിലിരുന്നാലും, എവിടെ ഇരുന്നാലും ശാസ്ത്രത്തിന് ഒരേ ഒരു ഉത്തരമായിരിക്കും, അതിനൊരു കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയും മികച്ചതാകുന്നത്. ശാസ്ത്രീയ ചിന്ത എന്നാൽ അധികാരത്തെയും പാരമ്പര്യത്തെയും അഥവാ അതോറിറ്റിയെയും അതുപോലുള്ള ട്രഡീഷനെയും എല്ലാം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. കാരണം ഇതല്ല സയൻറ്റിഫിക് ടെമ്പറിനെ നയിക്കുന്നത്. അതുപോലെ അന്ധവിശ്വാസങ്ങളെ നിരാകരിക്കുക, സൂപ്പർസ്റ്റിഷൻസ്, വിശ്വാസത്തെ അല്ല, അന്ധവിശ്വാസങ്ങളെ. അതുപോലെ യുക്തി, തെളിവ്, അനുഭവം എന്നിവയാണ് ശാസ്ത്രീയ ചിന്ത ആശ്രയിക്കുന്നത്. യുക്തി അതായത് ലോജിക്, തെളിവ് എവിഡൻസ്, അനുഭവം അഥവാ എക്സ്പീരിയൻസ്, ഈ മൂന്നിനെയുമാണ് ശാസ്ത്രീയ ചിന്ത ആശ്രയിക്കുന്നത്. അതുപോലെ ആചാരങ്ങളെക്കാൾ മനുഷ്യക്ഷേമത്തിനും മനുഷ്യത്വത്തിനുമാണ് മുൻതൂക്കം നൽകുക. അതുപോലെ മാറ്റത്തിനും പുരോഗതിക്കും തുറന്ന മനസ്സോടുകൂടി എല്ലാത്തിനെയും സമീപിക്കുക. ഇംഗ്ലീഷിൽ അതിനെ ഓപ്പൺനെസ് എന്ന് പറയും. ഇതെല്ലാമാണ് പൊതുവെ ശാസ്ത്രചിന്തയെ പറ്റി പറയുവാനുള്ളത്. സയൻസും സയൻറ്റിഫിക് ടെമ്പറും രണ്ടാണ്. നമ്മൾ സയൻസിൻ്റെ ശാഖകളായിട്ട് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഒക്കെ പറയാറുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ശാസ്ത്രീയ ചിന്ത ഉണ്ടാകണമെന്നില്ല. അതാണ് ആർത്തവം അശുദ്ധമാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയവരുടെ കൂട്ടത്തിൽ
നമുക്ക് MSc സുവോളജിക്കാരെയൊക്കെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരൊന്നും ശാസ്ത്രീയമായി ചിന്തിക്കുന്നില്ല. ശാസ്ത്രത്തിൽ ഒരു അക്കാഡമിക് ബിരുദം ഉണ്ട് എന്ന് കരുതി ശാസ്ത്രീയ ചിന്ത ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതില്ലാതെ തന്നെ ശാസ്ത്രീയ ചിന്ത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗുരു കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒന്നും പഠിച്ചിട്ടില്ല. ഗുരു പഠിച്ചിട്ടുള്ളത് ലഘുസിദ്ധാന്ത കൗമുദിയും ഭാസന്റെയും കാളിദാസന്റെയൊക്കെ നാടകങ്ങളും വൃത്തവും അലങ്കാരവും വേദാന്തവും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ്. പക്ഷെ ഗുരു ശാസ്ത്രീയമായാണ് ചിന്തിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് എന്തു പഠിച്ചു എന്നുള്ളതല്ല, എങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. ഇനി ഗുരുവിൻ്റെ ഒരു കാലഘട്ടം, അത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഗുരു ശാസ്ത്രീയമായി ഓരോന്നിനെയും സമീപിക്കേണ്ടി വന്നത്? ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതയാണ് ജാതി ചിന്ത, തൊട്ടുകൂടായ്മ, അതുപോലെ അറിവിൻ്റെ കുത്തക. അറിവ് ഒരു വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും അറിവ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ മൊണോപോളി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അറിവിൻ്റെ കുത്തകയായിരുന്നു. അപ്പോൾ അറിവില്ലാത്ത ജനങ്ങളായിരുന്നു ഭൂരിഭാഗവും. അതുപോലെ സമ്പത്ത് ഒരു വിഭാഗത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പാകത്തിനായിരുന്നു. എല്ലാവർക്കും സമ്പത്തില്ല, എല്ലാവർക്കും ഭക്ഷണമില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ല. വഴിയിൽ കൂടി എല്ലാവർക്കും നടക്കാൻ പാടില്ല, ആരാധനാ സ്വാതന്ത്ര്യമില്ല എന്ന് വേണ്ട സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ യാതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ ഭൂമി സ്വന്തമായിട്ടില്ലായിരുന്നു, വീടില്ലായിരുന്നു, പറയത്തക്ക ഒരു അഭിമാനത്തോടുകൂടി പറയത്തക്ക ജോലി അതില്ലായിരുന്നു. എന്തിനു പറയണം, ആത്മാഭിമാനം എന്നത് മനുഷ്യനില്ലായിരുന്നു. അന്ന് മനുഷ്യൻ കരുതിയിരുന്നത് ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ദൈവമാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ശാപമാണ്, ദൈവകൽപ്പിതമാണ് ഈ അവസ്ഥ, ദൈവകൽപ്പിതമാണ് ജാതി. അതുകൊണ്ട് നമ്മൾ താഴ്ന്ന ജാതിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചത്. ഇങ്ങനെയാണ് കരുതിയിരുന്നത്. അതുപോലെ അന്നത്തെ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കെട്ടുകല്യാണവും കോഴിവെട്ടും മദ്യവും മുതലായവയെല്ലാം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ബ്രിട്ടീഷ് ഭരണമായിരുന്നു അന്ന്. ഇന്ന് നാം കാണുന്ന സ്വതന്ത്ര ഇന്ത്യ അല്ലായിരുന്നു. ഇനി ആഗോള പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ വ്യവസായ വിപ്ലവം വരുന്നു. വ്യവസായ വിപ്ലവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ കടന്നുവരവ്, യുക്തിവാദത്തിൻ്റെ കടന്നുവരവ്, മനുഷ്യ കേന്ദ്രീകൃത ചിന്ത, അതുപോലെ മാനവികത, ഇത്തരം ആശയങ്ങളൊക്കെ ഉദയം ചെയ്യുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി, ഫ്രഞ്ച് റെവല്യൂഷനോടുകൂടി ഉദയം ചെയ്യുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിലേക്ക് വരുന്നു. ലോകത്തിൽ വലിയൊരു മാറ്റത്തിന് തിരി തെളിയുന്നു. യൂറോപ്പ് നവോത്ഥാനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഗുരു ഉദയം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാലത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല ഗുരു ചെയ്തത്. ഗുരു കാലത്തോടൊപ്പം പരിണമിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഗുരുവിൻ്റെ സമകാലീനരിൽ പലരും ഇത്തരം ആശയങ്ങളോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ്. പക്ഷെ ഗുരു ആകട്ടെ കാലത്തിനൊപ്പം പരിണമിച്ചു. പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഗുരുവിനുണ്ടായിരുന്നു. ഗുരു ഒരു പഠിതാവായിരുന്നു. ആദ്യന്തം ഗുരുവിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരുവിൻ്റെ സംഭാഷണങ്ങളുടെ ഒരു ശൈലി. ആര് സംഭാഷണം നടത്തിയാലും നിരന്തരമായ ചോദ്യങ്ങളാണ്. അപ്പം ഈ ചോദ്യം എന്നത് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു നല്ല വിദ്യാർത്ഥിക്കാണ് ഒരു നല്ല അധ്യാപകനാകാൻ കഴിയുള്ളൂ. ഒരു ചിന്തിക്കുന്ന മനുഷ്യർക്കാണ് ഈ ലോകത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കാനും ലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ലോകം മാറ്റിമറിച്ചവരൊക്കെ ചിന്തകരായിരുന്നു. അപ്പോൾ ഗുരു ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായത് ഗുരുവിൻ്റെ അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ചോദ്യങ്ങളാണ് പലരെയും ഭയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ആൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള
അറിവോ ശേഷിയോ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ നമ്മൾ വീണു പോകരുത്. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കാരണവന്മാർ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നാണ്. അത് അവർക്കറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താതെ വന്നപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ഉത്തരമാണ് ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഇത്തരം ഉത്തരം കണ്ടെത്താത്ത എല്ലാ ചോദ്യങ്ങളെയും നമ്മൾ ദൈവം എന്ന ഒറ്റ വാക്കിൽ കൊണ്ട് കെട്ടാറുണ്ട്. പക്ഷെ ദൈവം എന്ന ആശയത്തെ പോലും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം യുക്തിക്ക് നിരക്കാതെ ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുക, അത് ശാസ്ത്രീയ ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശയമാണ്. അത് വഴിയെ നമുക്ക് പറയാം. കാരണം ഗുരു മുന്നോട്ട് വെച്ച ദൈവസങ്കല്പത്തിൽ പോലും നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ആഗോള പശ്ചാത്തലം എന്ന് പറയുന്നത്. ഗുരു ഉദയം ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഗുരു എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ഗുരു ഒറ്റ വാക്കിൽ ആരാണെന്നുള്ളൊരു ഉത്തരം നമുക്ക് പറയുക പ്രയാസമാണ്. കാരണം യേശുദാസ് ഒരു ഗായകനാണ്, സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്, ഷക്കീറയോ അല്ലെങ്കിൽ ശ്രേയ ഘോഷലോ ഒക്കെ ഒരു ഗായികയാണ് എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അതുപോലെ ഗുരു ആരാണെന്ന് ഒറ്റ വാക്കിൽ പറയുക പ്രയാസമാണ്. അതിനൊരു കാരണം ഗുരുവിൻ്റെ കഴിവുകൾ പലതായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു മാന്ത്രിക വിദ്യ ഗുരുവിനുണ്ടായിരുന്നു. കവി എന്ന രീതിയിൽ നോക്കിയാൽ ഗുരുവിലും വലിയൊരു കവിയില്ല. ഒരു ചിന്തകൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിലും വലിയ ഒരു ചിന്തകനെ കാണാൻ സാധിക്കില്ല. പരിസ്ഥിതി ചിന്തയെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിലും വലിയൊരു പരിസ്ഥിതി ചിന്തകനെ കാണാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ ചിന്തകൻ, സന്യാസി, സന്യാസികളിൽ ഇങ്ങനെ എന്നാണ് ആശാൻ തന്നെ പാടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ മേഖലകളെ നോക്കിക്കഴിഞ്ഞാലും ഗുരു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയുക പ്രയാസമാണ്. ഗുരുവിന് പല കഴിവുകളുണ്ടായിരുന്നു. അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും ഇല്ലാത്ത ഒന്നാണിത്. നമ്മൾ സൂപ്പർ ജീനിയസ് എന്നൊക്കെ വിളിക്കുന്ന ഗണത്തിൽ പെടുത്താവുന്ന, അതിന് ഉദാഹരിക്കാവുന്ന ഏറ്റവും ആദ്യത്തെ ആളാണ് ഗുരു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മനുഷ്യനെ തൊടുന്ന എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ച് പോയിട്ടുണ്ട് പരമാവധി. അത് ഒരു 1000 വർഷങ്ങൾ കൊണ്ട് വലിയ ഒരു മൂവ്മെൻ്റായി വരേണ്ട, ഒരുപാട് മനുഷ്യർ ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഗുരു എന്ന ഒറ്റ വ്യക്തി ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു അത്ഭുതമാണ്. അപ്പം അതുകൊണ്ടാണ് KP അപ്പൻ പറഞ്ഞിട്ടുള്ളത്, ഗുരു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സാഹിത്യലോകം, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ ഇങ്ങനെ ഒരു ഗുരുവിനെ അവരുടെ രചനകളിൽ വരച്ചിടുമായിരുന്നു എന്നത്. കാരണം കാലം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഗുരുവിനെ. നമുക്കറിയാം BC 6-ാം നൂറ്റാണ്ടിലാണ് ജൈന ബൗദ്ധ മതങ്ങളൊക്കെ ഉദയം ചെയ്യുന്നത്. കാരണം കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മതം ആവശ്യമായിരുന്നു. അതുപോലെ ഇരുളടഞ്ഞു കിടന്ന ഒരു കാലഘട്ടത്തിൽ വെളിച്ചമായി, ഒരു സൂര്യപ്രകാശമായി ഗുരുവിൻ്റെ ഉദയം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ഗുരു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകം ഒരു അന്ധകാരത്തിൽ തന്നെ പെട്ടുപോയേനെ. നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഗുരു ജനിച്ച് ഈ ഭൂമിയെ ഉഴുതുമറിച്ചത് കൊണ്ടാണ്, തൻ്റെ ആശയങ്ങൾ കൊണ്ട് ഉഴുതുമറിച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ വിദ്യാഭ്യാസം ലഭിച്ചതും, നമുക്കൊക്കെ വീട് പണിയാൻ പറ്റിയതും, നല്ല പേരിടാൻ പറ്റിയതും, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റിയതും, വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റിയതും, നല്ല ജോലി കിട്ടുന്നതും, പണമുള്ളതും, അങ്ങനെ എന്ന് വേണ്ട നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ആ ഗുരുവിനോടാണ്. കാരണം ഗുരു കേവലം ഒരു സന്യാസി മാത്രം ആയിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഗുരുവിനെ ഒറ്റ വാക്കിലേക്കോ ഒറ്റ ആശയത്തിലേക്കൊക്കെ ചുരുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീക്ഷണകോണിൻ്റെ പരിമിതി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഗുരു ആദ്യമേ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം എന്നത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയുടെ പ്രധാന കാരണം
വിദ്യാഭ്യാസമില്ലായ്മയാണ്. അപ്പോൾ വിദ്യ നേടുകയാണ്, അറിവ് നേടുകയാണ് നമുക്ക് സ്വതന്ത്രൻ ആവാനുള്ള ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന് പറഞ്ഞു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് സ്കൂളുകൾ വരുന്നത്, ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടുന്നത്, നൈറ്റ് സ്കൂളുകൾ വരുന്നത്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ ഗുരു പറഞ്ഞു, ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത്. മതത്തിന് അഭിപ്രായം എന്നാണ് ഗുരു അർത്ഥം കൽപ്പിക്കുന്നത്. എൻ്റെ അഭിപ്രായം അല്ലായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമായിരിക്കും, ഓരോ വിഷയത്തിലും ഓരോ അഭിപ്രായം കാണും. പക്ഷെ ആരുടെയും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങളുടെ ജന്മ അവകാശമാണ്. ഒരാൾക്കും അത് നിഷേധിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ ഭരണഘടന പോലും മുന്നോട്ട് വയ്ക്കുന്നതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നത്. മതം ഉണ്ടെന്നും ഇഷ്ടംപോലെ ഉണ്ടെന്നും ഇല്ല എന്നും പറയുവാനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് അഭിപ്രായത്തെയും, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നോ അഭിപ്രായം ഇല്ലയെന്നോ, ഏത് അഭിപ്രായമാണ്, ഇതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ മാത്രമാണ്. ഇന്നത് മാത്രമേ ശരിയെന്ന് കരുതിക്കൂടാ. ശരി ഏതെന്ന അന്വേഷണത്തിൽ എന്തിനേയും ചോദ്യം ചെയ്യേണ്ടതാണ്. ഇതും ഗുരു മുന്നോട്ട് വയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പരമസത്യം എന്നത് മുന്നോട്ട് വെച്ചിട്ടല്ല ലോകത്തെ നോക്കിക്കാണേണ്ടത്. ആ പരമസത്യം എന്താണ്, അല്ലെങ്കിൽ സത്യം എന്താണെന്നൊക്കെ സ്വതന്ത്രമായി അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ മതക്കാരനാണ്, അതുകൊണ്ട് ഈ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്നൊരാശയത്തിൽ നിന്ന് ലോകത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ മനസ്സിലാവുകയില്ല. അപ്പം എല്ലാത്തിനെയും സ്വതന്ത്രമായി നോക്കി കാണുവാനാണ് ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരു മുന്നോട്ട് വയ്ക്കുന്നത് അവനവനായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ നിങ്ങളായിരുന്നാൽ മതി, നിങ്ങൾ വേറെ ഒരാളായി മാറേണ്ടതില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളോടൊക്കെ പലരും പറയുന്നത് നിങ്ങൾ മാറുക എന്നാണ്. കാരണം നിലവിലെ നമ്മളെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് മാറുക എന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് മാറ്റേണ്ടതില്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ദ്രോഹം ഇല്ല എങ്കിൽ, അത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ മാറേണ്ടതില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുക. ഇതാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതിന് 2 ഉദാഹരണങ്ങൾ കൂടി പറയാം. ഗുരുവിൻ്റെ ശിഷ്യനാകാൻ ഖാദർ എന്ന വ്യക്തി ഒരു ഹിന്ദുവായി ഗുരുവിൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ ഗുരു പറഞ്ഞത്, ഈ കന്ദസ്വാമി എന്നാണ് പേരൊക്കെ സ്വീകരിച്ചത്. കന്ദസ്വാമിയെ നമുക്കറിയില്ല, ഖാദറിനെ അറിയൂ, ഖാദറായി വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഖാദറിനെ ഖാദറായി ശിഷ്യനാക്കുകയാണ് ഗുരു ചെയ്തത്. ഗുരുവിനൊരു വിദേശ ശിഷ്യനുണ്ടായിരുന്നു, ഒരു യൂറോപ്യനായ കിർക്ക് എന്ന ഒരു വിദേശ ശിഷ്യൻ. അത് യൂറോപ്യനായിരുന്നു. അദ്ദേഹം യൂറോപ്യനാണെങ്കിലും ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് സന്യാസിയാവുമ്പോൾ കാവ്യവസ്ത്രമൊക്കെ ധരിച്ച് തലയൊക്കെ മുണ്ടനം ചെയ്ത് അങ്ങനെയാണ് സന്യാസി ആകേണ്ടതാണ്. പക്ഷേ സന്യാസം കൊടുത്തപ്പോൾ ഗുരു ചെയ്തത് കാവ്യക്കൊക്കെ പകരം തല മൊട്ടയടിക്കാതെ ഒരു കോട്ടും സ്യൂട്ടും ടൈയും കൊടുത്ത് സന്യാസിയാക്കുകയാണ് ചെയ്തത്. വസ്ത്രം മാറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ തല മൊട്ടയടിച്ചില്ല, പേരും മാറ്റിയില്ല. അദ്ദേഹത്തിന് കൊടുത്ത പേര് സ്വാമി എണസ്റ്റ് കിർക്ക് എന്നാണ്. ഇങ്ങനെ ഒരു ശിഷ്യന് സന്യാസം കൊടുക്കുവാൻ ഗുരുവിന് സാധിച്ചിരുന്നു. അത് ഗുരുവിന് മാത്രം സാധ്യമായ പരമമായ ധീരതയാണ്. അങ്ങനെയുള്ള ധൈര്യമൊന്നും ആരും കാണിച്ചിട്ടില്ല. അതിന് വലിയ ഒരു മൂല്യമുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം സന്യാസി ആകണമെങ്കിൽ നദു വസ്ത്രം നദു മുണ്ടനം. ഈ മുണ്ടനം ചെയ്യുന്നതും വസ്ത്രവും ഒന്നുമല്ല. സന്യാസം എന്നത് ഒരു മൂല്യമാണ്. അത് ഒരു മുന്നോട്ട് വെച്ചൊരാശയമാണ്. നിങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാറാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളായിരുന്നുകൊണ്ട് തന്നെ സന്യാസിയാകാൻ കഴിയും. അതുവരെ ഉണ്ടായിരുന്ന സന്യാസം എന്നത് വസ്ത്രം ഉപേക്ഷിക്കുക, പേര് ഉപേക്ഷിക്കുക, എല്ലാം ഉപേക്ഷിക്കുക, എന്നിട്ട് ഒരു കർമ്മവും ചെയ്യാതിരിക്കുക. സമ്യക് ന്യസനം എന്നൊക്കെയാണ് പറഞ്ഞത്. കർമ്മങ്ങളുടെ സമ്യക്കായ ന്യസനം ഉപേക്ഷിക്കലാണ്. കർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഒരു പണിയും ചെയ്യാതിരിക്കുക. പക്ഷെ ഗുരു സന്യാസത്തിന് കൊടുത്ത പുതിയ നിർവചനം, സന്യാസി എന്നാൽ പരോപകാരി, ത്യാഗി, സ്വാർത്ഥം വെടിഞ്ഞ് മറ്റുള്ളവർക്കായി
പ്രവർത്തിക്കുന്നവർ. ഇതാണ് ഗുരു സന്യാസത്തിന് തന്നെ കൊടുത്ത നിർവചനം. സന്യാസത്തെ പുനർനിർവചിക്കുകയാണ് ഗുരു ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അവനവനായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ ഗുരുവിനെയും അന്നത്തെ കാലഘട്ടത്തിലെ പലരും പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. കാരണം പി കെ ബാലകൃഷ്ണൻ നാരായണ ഗുരു എന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഗുരു എങ്ങനെയാണ് ഗുരുവായത്. കാരണം വെള്ളവസ്ത്രമാണ് ഗുരു എന്ന് ധരിച്ചുകൊണ്ടിരുന്നത്. ആ വെള്ളവസ്ത്രമാണ് എല്ലാവരും ധരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഗുരുവിനെ ഗുരുവായി മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഗുരു ആ കാലഘട്ടത്തിൽ കേവലം 32-33 വയസ്സിലാണ് അരൂപുരം പ്രതിഷ്ഠ വരെ നടത്തുന്നത്. പക്ഷെ ആ സമയത്തും ഗുരുവിനെ ഗുരുവായി മറ്റുള്ളവർ കാണുകയും ആദരവ് നൽകുകയും ചെയ്തിരുന്നു. അത് വലിയൊരു വിഷയമാണ്, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഗുരു പറയുന്നുണ്ട്, ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നാം ഇവിടെ വന്നപ്പോൾ ഈ ആൽച്ചുവട്ടിൽ നാം കിടന്നുറങ്ങി, നമ്മെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു. പിന്നീട് വന്നപ്പോൾ കോഴി വെട്ട് നിർത്തി. പിന്നീട് വന്നപ്പോൾ ഈ സ്ഥലം നമ്മുടേതായി. അപ്പം ആദ്യം വന്നപ്പോൾ ഗുരുവിനെ അവർക്ക് മനസ്സിലായില്ല. അപ്പം ഈ മനസ്സിലാവാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളൊരു ശീലമാണ്, ഒരാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ചിലപ്പോൾ അയാൾ ഇനി വരാൻ പോകുന്നൊരു 100 വർഷത്തെ സങ്കല്പിച്ചായിരിക്കും ഓരോന്നും ചെയ്യുന്നത്. അപ്പം മനസ്സിലാവാത്തപ്പോൾ അയാളെ വിളിക്കുന്നത് ഭ്രാന്തൻ എന്നാണ്. അങ്ങനെ ഭ്രാന്തമായ പല ആശയങ്ങളുമാണ് പിന്നീട് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത്. അങ്ങനെ ചിലപ്പോൾ ഉട്ടോപ്പിയ എന്നൊക്കെ വിളിക്കാറുണ്ട്. ജോൺ ലെനൻ എന്നൊരു ഗായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമാജിൻ എന്ന പ്രശസ്തമായൊരു ഗാനമുണ്ട്, ഇമാജിൻ ദർ ഇസ് നോ ഹെവൻ. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അത് വളരെ മനോഹരമായൊരു സംഗീതമാണ്. അതിൽ പറയുന്നുണ്ട്, യു മേ സേ ഐ എം എ ഡ്രീമർ ബട്ട് ഐ എം നോട്ട് ദ ഓൺലി വൺ. ഐ ഹോപ്പ് വൺ ഡേ യു വിൽ ജോയിൻ അസ് ആൻഡ് ദ വേൾഡ് വിൽ ബി വൺ. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഞാനൊരു സ്വപ്ന ജീവിയാണെന്ന്, പക്ഷേ നിങ്ങളും ഒരിക്കൽ എന്നോടൊപ്പം ചേരുകയും ഈ ലോകം ഒന്നാവുകയും ചെയ്യും. ഇമാജിൻ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, മതങ്ങളില്ല, ഈ ലോകത്തിന് അതിരുകളില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും എല്ലാവരും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നൊരു ലോകത്തെപ്പറ്റി ചിന്തിച്ചു നോക്കുക. ആ ഒരു ഗാനം ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇമാജിൻ ജോൺ ലെനൻ. അത് പണ്ടത്തെ ഒരു ബീറ്റിൽസ് എന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, അതിലെ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു, ബ്രിട്ടീഷ് സിംഗറാണ്. നോക്കിയാൽ മതി. ഇത് പറഞ്ഞു വന്നത് ഗുരുവിനെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ യുക്തിരഹിതമായ ആചാരങ്ങളൊക്കെയും ഗുരു വിമർശിച്ചിരുന്നു. ജോൺ ലെനൻ എന്നൊന്ന് ശ്രദ്ധിച്ച് ഇമാജിൻ സോങ് എന്ന് സെർച്ച് ചെയ്താലും മതി, അപ്പൊ തന്നെ ജോൺ ലെനൻ എന്ന് വരും. യുക്തിരഹിതമായ ആചാരങ്ങളെ ഗുരു വിമർശിച്ചിരുന്നു. അത് ഗുരു വലുതായപ്പോൾ, കുറച്ച് പ്രായം ആയപ്പോൾ ഇനി എല്ലാത്തിനും അങ്ങ് വിമർശിച്ച് കളയാം എന്ന് പറഞ്ഞു തുടങ്ങിയ പണിയല്ല. ചെറുപ്പത്തിലെ ഗുരുവിന് ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഗുരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, പഠിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഇന്നത്തെ പോലെ ഇന്നെല്ലാവരും ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകം ചെയറുകളുണ്ട്. പക്ഷെ ആ സമയത്ത് പായലും മണ്ണിലൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. ഗുരു പായയിൽ ചെന്നിരുന്നു, അത് പലകയിലാണ് ചെന്നിരുന്നത്. പക്ഷെ ഗുരു നോക്കുമ്പോൾ ചിലർ പലകയിലിരിക്കുന്നുണ്ട്, ചിലർ പായലിരിക്കുന്നുണ്ട്, ചിലർ ഇലയിലിരിക്കുന്നുണ്ട്, ചിലർ മണ്ണിലിരിക്കുന്നുണ്ട്. ഇതൊരു ഹൈറാർക്കിയാണ്, നമ്മൾ തട്ട് വ്യവസ്ഥ എന്നൊക്കെ പറയും. കൂടുതൽ ഉയർന്ന ജാതിക്കാരായിരിക്കും പലകയിലിരിക്കുന്നത്, പായലിരിക്കുന്നവർ കുറച്ചും കൂടി കുറഞ്ഞ ജാതിക്കാരായിരിക്കും. ഇങ്ങനെ എല്ലാമാണ്. അപ്പോൾ ഗുരു ഏറ്റവും മുന്നിൽ ചെന്നിരുന്നു. അധ്യാപകൻ വന്നപ്പോൾ ഗുരുവിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് ഏറ്റവും പുറകിൽ പോയിരിക്കാൻ പറഞ്ഞു. കാരണം ജാതിയിൽ താഴ്ന്നവനാണല്ലോ. അപ്പോൾ ഗുരു അവിടെ പോയിരിക്കുകയും പകരം ആ അധ്യാപകനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. അവിടെയാണ് ഗുരുവിൻ്റെ ശാസ്ത്രീയ ചിന്തയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരു ആ സന്ദർഭത്തിൽ ചിന്തിച്ചത്, ഓക്കെ, മാറ്റിയിരുത്താൻ സാധിക്കും, പുറകിലിരിക്കാൻ പറഞ്ഞു, പക്ഷേ നാം ശ്വാസം എവിടെ നിന്ന് എടുക്കണം എന്നുകൂടി പറഞ്ഞു തരൂ. ഇതാണ് ഗുരു ചോദിച്ച ചോദ്യം. കാരണം നമ്മളെല്ലാം ശ്വസിക്കുന്നത് ഒരേ വായുവാണ്.
നമ്മുടെ എല്ലാ ശരീരവും കീറി മുറിച്ചാലും ഒരേ ചോരയാണ്. അല്ലാതെ ബ്രാഹ്മണനൊരു ചോര, നമ്പൂതിരിക്ക് ഒരു ചോര, ഈഴവനൊരു ചോര, പറയനൊരു ചോര, നായർക്കൊരു ചോര, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും 5 കൈവിരൽ, 2 കൈകൾ, 2 കണ്ണ്, മൂക്കിന് 2 ദ്വാരങ്ങൾ, ഇങ്ങനെ എല്ലാമാണ്. നമ്മൾ ശ്വസിക്കുന്നത് ഒരേ വായുവാണ്. നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രക്തം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ്റെ ചോരയെ സ്വീകരിക്കാൻ സാധിക്കൂ. അല്ലാതെ ബ്രാഹ്മണൻ്റെ ചോര, ഈഴവ ചോര, പുലയ ചോര അങ്ങനെയൊന്നുമില്ല. ആടിൻ്റെ ചോരയൊന്നും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം മനുഷ്യൻ ഒരു ജാതിയാണ്. ഈ ഒരു വിശ്വാസം, ഈ ഒരു ധാരണ ഗുരുവിന് ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഗുരു അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഒരു പുലയക്കുടിലിൽ കഞ്ഞി തിളച്ച് പോകുന്നത് കണ്ട് ആ കഞ്ഞി വാങ്ങി വെക്കുന്നുണ്ട്. ഇത് ചിലർ കണ്ട് ഗുരുവിൻ്റെ മാതാപിതാക്കളെ അറിയിക്കുകയും അവർ ഗുരുവിനെ തല്ലാൻ വടിയെടുത്ത് കൈ ഓങ്ങുകയും ചെയ്തപ്പോൾ ഗുരു ചോദിച്ചൊരു ചോദ്യം, അമ്മേ അവരും മനുഷ്യരല്ലേ എന്നാണ്. ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ പാവങ്ങൾ അന്ന് പട്ടിണിയാകുമായിരുന്നില്ലേ? ഇതൊരു കുഞ്ഞിൻ്റെ ചോദ്യമാണെങ്കിലും ഈ ചോദ്യമാണ്, ഇവിടെയാണ് നമുക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരുവിന് ചെറുപ്പത്തിലേ അത്തരം ചിന്തകളുണ്ടായിരുന്നു. ഗുരുവിനെ അമ്മ തല്ലി, അച്ഛൻ തല്ലി, അവഗണനകൾ ഒരുപാട് നേരിട്ടുവെങ്കിലും മുതിർന്നപ്പോൾ ഇതിനോടെല്ലാം പ്രതികാരം ചെയ്ത് ഈ വേദനയെ മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല ഗുരു ചെയ്തത്. വേദനയെ സ്വീകരിക്കുകയും ലോകത്തിന് അറിവ് നൽകുകയും അനുകമ്പ നൽകുകയുമാണ് ചെയ്തത്. നമ്മുടെ പൊതുവെയുള്ള സൈക്കോപാത്ത് സിനിമകളൊക്കെ ഉണ്ട്. ഒരാൾ ഒരുപാട് പേരെ കൊല്ലുന്നു, വലിയ കുറ്റങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് അയാൾക്ക് ഒരു മോശം ഭൂതകാലം ഉണ്ടായിരുന്നു, അയാളുടെ ബാല്യം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ഇങ്ങനെല്ലാമാണ് പറയുന്നത്. പക്ഷേ ലോകത്തിന് വെളിച്ചമായിട്ടുള്ള മനുഷ്യരൊക്കെ, ഇപ്പോൾ ഗുരുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അംബേദ്കർ ഒരുപാട് അപമാനങ്ങൾ നേരിട്ടാണ്. പക്ഷെ പിന്നീട് അംബേദ്കർ എന്തായെന്ന് നമുക്കറിയാം. ഗാന്ധിയൊക്കെ ഒരു ട്രെയിനിൽ നിന്നൊക്കെ എടുത്ത് എറിയുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിലൊക്കെ. അത്ര അപമാനം സഹിച്ചതാണ്. പക്ഷെ ഇവരൊന്നും പിന്നീട് ലോകത്തെ വേദനിപ്പിക്കാനല്ല ശ്രമിച്ചിട്ടുള്ളത്, ലോകത്തിന് ആശ്വാസമായി മാറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യുക്തിരഹിതമായ ആചാരങ്ങളൊക്കെ ഗുരു വിമർശിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ മാത്രമല്ല, പിന്നീട് കെട്ടുകല്യാണം, ഇന്നത്തെ പോലത്തെ കല്യാണമല്ല, ഒരു ചെറിയ പ്രായമൊക്കെ ആകുമ്പോൾ തന്നെ ഒരാൾ വന്ന് താലി കെട്ടിയിട്ട് പോകും, 2-3 ദിവസം കൂടെ കഴിയും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നിർത്തുന്നു, പിന്നീട് പ്രായമാകുമ്പോഴത്തേക്കുമാണ് കല്യാണം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലും പുടവെടുക്കലൊക്കെ ഉള്ളൂ, ഇന്ന് കാണുന്നത് പോലുള്ള കല്യാണമൊന്നുമില്ല. അപ്പോൾ ഇത് ലോകം മുഴുവൻ വിളിച്ചു വരുത്തി, 4 പാടും ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ വിളിച്ചു വരുത്തി ദൂർത്താണ്. അത് ഒരു കെട്ടുകല്യാണം കഴിയുന്നതോടുകൂടി ഒരു തറവാടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ അതിനൊക്കെ ഗുരു നിർത്തിയിരുന്നു. മുട്ടിപ്പലകയിൽ കയറി നിന്നിട്ട് ഈ കെട്ടുകല്യാണം നാം മുടക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്തരം ധൈര്യം ഗുരു കാണിച്ചിരുന്നു. ഗുരു പറയുകയും അത് ആളുകൾ അനുസരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കരിക്കൊക്കെ എടുത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഗുരു പറയും, കരിക്ക് വെട്ടരുത്, എല്ലാം തേങ്ങയാവട്ടെ. ഇങ്ങനെ പണ്ട് ഈ തുള്ളലും പരിപാടിയുണ്ട്, ഇപ്പോഴും പലയിടത്തും ഉണ്ട്. ആ തുള്ളുമ്പോഴത്തേക്കും തലവഴി ഇങ്ങനെ കരിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല തണുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഗുരു ഒരു പരിഹാരം പറഞ്ഞ്, ഇതിന് പകരം നല്ല രാമച്ചമിട്ട വെള്ളം കലശക്കുടത്തിൽ എടുത്തിട്ട് അത് തലവഴി ഒഴിച്ചാൽ മതിയായിരിക്കും. കരിക്ക് വെട്ടരുത്, അത് തേങ്ങയാവട്ടെ. തേങ്ങയാവേണ്ടതാണ് ഈ കരിക്കായിട്ട് നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ അടക്കയുടെ പൂവ്, ആ പൂക്കുല, കവുങ്ങിൻ പൂക്കുല പിടിച്ച് തുള്ളുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിന് പകരം പറഞ്ഞ് ചപ്പെടുത്ത് തുള്ളിയാൽ മതി, ഇതെല്ലാം അടക്കയാകട്ടെ. കാരണം അടക്കയായി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ പണമായാലും കിട്ടും. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഒരിക്കലും ഒരു വെളിച്ചപ്പാട് ഗുരുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പരീക്ഷണം വല്ലതും കാണണമോ, എന്തെങ്കിലും പരീക്ഷണം കാണണമോ? അപ്പോൾ വെളിച്ചപ്പാട് നല്ല പ്രായമായിട്ടുള്ള വെളിച്ചപ്പാടാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, കാണണം, ആ വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാം. ഒറ്റ പല്ലുമില്ലാത്ത വെളിച്ചപ്പാടിനോടാണ് പറയുന്നത്, വെളിച്ചപ്പാടിൻ്റെ വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാമെന്ന്. വെളിച്ചപ്പാട് ഒന്നും മിണ്ടില്ലെന്ന് മാത്രമല്ല, എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. കാരണം അവിടെ ഒരു യുക്തിയില്ലായ്മയാണ് ഗുരു ചോദ്യം ചെയ്യുന്നത്. അതുപോലെ ഒരു വെളിച്ചപ്പാട് കുറേ പൂക്കളെടുത്ത് കയ്യിലേക്ക് എറിയുകയും എറിയുമ്പോൾ കയ്യിൽ കുമിളകൾ
വരുന്നതും കണ്ടു. അപ്പം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ആളുകൾ ഭക്തിപൂർവ്വം കൈ തൊഴുത് നിൽക്കും. അതിനൊരു കാരണം, പണ്ട് വസൂരി എന്നൊരു രോഗം ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഇങ്ങനെ കുമിളകളായിട്ട് വരുന്നതാണ്. അത് ദേവിയുടെ കോപം മൂലമാണ് വരുന്നതെന്നാണ് കരുതിയിരുന്നത്. നമ്മൾ ഈ തമിഴ് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ കാണാം, ചിക്കൻ ബോക്സ് പോലത്തെ ഒരു അസുഖമാണ്. അതിന് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒരു ബെഡ് ഉണ്ടാക്കി അതിൽ കിടത്തുകയും മഞ്ഞൾ അരച്ച് ശരീരം മുഴുവൻ പുരട്ടുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സകളാണ് പറയുന്നത്. അപ്പം അന്ന് വസൂരി എന്നത് വളരെ വ്യാപകമായ ഒരു അസുഖമായിരുന്നു. അപ്പം ഇങ്ങനെ എറിയുമ്പോൾ ഇത് ദേവിയുടെ കോപം മൂലമാണ് വരുന്നതെന്നും കണ്ടിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുക്ക് വന്നിട്ട് കണ്ടോ, പരീക്ഷണം കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഗുരു പറയുന്നത് പൂവിൽ തളിച്ച തീത്തൈലം അല്പം കൂടിപ്പോയി എന്നാണ്. നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇവരിത്തരം ഈ തട്ടിപ്പുകളൊക്കെ തുറന്നു കാട്ടാറുണ്ട്. ഗുരു പറയുന്നത് ഇതെങ്ങനെയാണ് ഈ കുമിള വരുന്നത്? കുമിള വരുന്നത് നിങ്ങൾ പൂവ് ഒരു ആസിഡിൽ മുക്കിയിട്ട് ആ പൂവെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ ചെന്ന് ശരീരത്തിൽ കൊള്ളുമ്പോൾ, തൊലിയിൽ കൊള്ളുമ്പോൾ അവിടെ കുമിള പോലെ വരും. ഇതാണ് സംഭവിക്കുന്നത്, അല്ലാതെ ദേവിയുടെ കോപമൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് പൂവിൽ തളിച്ച തീത്തൈലം, തീത്തൈലം എന്ന് പറയുമ്പോൾ ആസിഡാണ്, തീത്തൈലം അല്പം കൂടിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് ഗുരു ഇത്തരം യുക്തിരഹിതമായ ആചാരങ്ങളെ വിമർശിക്കുന്നതും തുറന്നു കാട്ടുന്നത്. അത് യുക്തിപൂർവമാണ്. അതുപോലെ ഈ ശുദ്ധി അശുദ്ധി മുതലായവയൊക്കെ ഗുരു ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ജാതിയിൽ താഴ്ന്നവരൊക്കെ അശുദ്ധരാണ്, ജാതിയിൽ ഉയർന്നവർ ശുദ്ധരാണ്. ഇതിനൊക്കെ ഗുരു നിരാകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഏകദേശം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചവരായിരിക്കും ഭൂരിഭാഗം എന്ന് കരുതുന്നു. എങ്കിലും നിങ്ങൾ അത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇനി പുതിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും. ജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഷ്യസ് എന്നാണ് അർത്ഥം, ജന്മരീതിയാണ്. നമ്മളെല്ലാം ഹോമോസാപ്പിയൻസ് എന്നൊരു ജാതിയിൽപ്പെട്ടതാണ്. സിമ്പിൾ ബയോളജിയാണ്. അതല്ലാതെ ഒരു ജാതിയും മനുഷ്യർക്കിടയിലില്ല. നമ്മൾ ഒരു ജാതി ഹോമോസാപ്പിയൻസ് ആണ്. ബോസ്റ്റേഴ്സ് എന്ന സ്പീഷ്യസിലാണ് പശു ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കുരങ്ങനൊരു ജാതിയുണ്ട്, കഴുതയ്ക്കൊരു ജാതിയുണ്ട്, കുതിരയ്ക്കൊരു ജാതിയുണ്ട്, ആനയ്ക്കൊരു ജാതിയുണ്ട്. ഇതെല്ലാം ഓരോരോ ജാതികളാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യനും തമ്മിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം മനുഷ്യർ ഒരു ജാതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്, ഗുരു എഴുതി വെച്ചു, സ്വന്തം കൈപ്പടയാൽ എഴുതി വെച്ചുള്ള മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഇത് ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. ജാതിയെപ്പറ്റി പറയുന്നുണ്ട്, ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും, പക്ഷെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പട്ടിയേക്കാൾ കഷ്ടമാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ. ഇത് ഗുരുവിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചാതുർവർണ്ണ്യം അഥവാ ജാതി, ഇതൊക്കെ സത്യമാണ്. മനുഷ്യനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നു. ദൈവമാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഗുരു പറഞ്ഞിട്ടുള്ളത് ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ ഉത്ഭവം വരുന്നത് വേദങ്ങളിലൊക്കെയാണ്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ പറയുന്നത് ബ്രാഹ്മണന്റെ മുഖത്ത് നിന്ന് ഈ ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന്, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടയിൽ നിന്ന് വൈശ്യനും, കാലിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ്? മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ? നമ്മൾ ഈ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് ഓരോന്നും വരും, ഇങ്ങനെ ഉണ്ടാകുന്നതാണോ എന്ന് ചോദിക്കുന്നത്. കാരണം ഒരു യുക്തിയില്ലാത്ത കാര്യമാണ്. പിന്നെ പറയുന്നു, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായി? അവരൊക്കെ സ്വയംഭൂക്കളായ ദേവന്മാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു, അദ്ദേഹം തമിഴ്നാട്ടിലുള്ളതാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ചോദിക്കുന്നത്, അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ടായി? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അല്ലാത്ത മനുഷ്യരാണല്ലോ ഭൂരിഭാഗം പേരും. അപ്പോൾ അവരൊക്കെ എങ്ങനെയുണ്ടായി? അവരവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായി. എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചു. നമ്മളാരും മുഖത്തു നിന്നും കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഗുരു പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ. ഗുരു
വളരെ സയന്റിഫിക് ആയിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരായി ജനിച്ച എല്ലാവരും ജനിച്ചിരിക്കുന്നത് 9 10 മാസം ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയും ഒരു മനുഷ്യ സ്ത്രീയുടെ യോനിയിൽ നിന്നുമാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്. ചിലർക്ക് സിസേറിയൻ ചെയ്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും, എങ്കിലും ജന്മരീതി ഒന്നാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ മനുഷ്യജാതിയാണ്. ഇത് ആവർത്തിച്ച് ഗുരു പറയുന്നുണ്ട്. ദൈവകൽപ്പിതമായ ജാതിയെ ഗുരു പൂർണ്ണമായി നിരാകരിക്കുന്നു. ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടുള്ളത്, ഇതിനാരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും നിങ്ങൾ ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ജാതി ഉണ്ടാക്കിയവർ കൊണ്ടുവന്ന തന്ത്രമാണ്. അപ്പം അതുകൊണ്ട് അതല്ല. കോഴിവെട്ട് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കോഴി വെട്ടി ദൈവത്തിന് കുരുതി കൊടുക്കുക. അപ്പം ഇതുകൊണ്ട് ദൈവം സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഗുരു പറഞ്ഞിട്ടുള്ളത് കോഴി വെട്ടൽ നിർത്തുക, ഇതുകൊണ്ട് ദൈവം സന്തോഷിക്കില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു കോഴിവെട്ട് നിർത്തി, ഇനി നമ്മൾ എന്ത് വെട്ടണം, കുമ്പളങ്ങയായാലോ? അപ്പൊ ഗുരു പറഞ്ഞത് വേണ്ട, ഇത്രയും നാൾ കോഴി വെട്ടിയിരുന്ന ഒരാളില്ലേ, അയാളുടെ മകനെ ആയാലോ? അപ്പൊ എല്ലാവരും ഇങ്ങനെ വേദനിക്കണ പോലെ ഇരുന്നു. അപ്പൊ ഇതാണ് ഗുരുവിന്റെ ചോദ്യം. ഇത്തരം ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് യുക്തി ഹീനതയെ തുറന്നു കാട്ടുകയാണ് ഗുരു ചെയ്തിരുന്നത്. അതുപോലെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ ഗുരു പറയുന്നത്. മദ്യം വിഷമാണെന്ന് പറയുന്നത് നമ്മുടെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും ഈ സ്പൈനൽ കോഡും എല്ലാം ഉള്ളതാണ്. ഇതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. നല്ല രീതിയിൽ വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒരു ലോകത്തെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത്, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പോസ്റ്റ് ചെന്ന് കയറാത്തതൊക്കെ നമുക്ക് ബ്രെയിൻ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ, മയക്കുമരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ ഇതൊന്നും കാണില്ല. പിന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ മനുഷ്യത്വം എന്നുള്ളതൊന്നും കാണില്ല. ചിലപ്പോൾ അമ്മയെ തലക്കടിച്ച് കൊന്നുവെന്ന് വരും, ഒരു റോഡ് 4 കണ്ടുവെന്ന് വരും. ഇങ്ങനെയെല്ലാം മദ്യത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് ഈ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ തലച്ചോറിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഇതിൽ നിന്ന് തുടങ്ങുന്നല്ലേ പുതിയ തലമുറയെ കുറ്റം പറയുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഈ കുട്ടികളുടെ കയ്യിലേക്ക് ആദ്യമേ എടുത്തു കൊടുക്കുന്നത്, 1 വയസ്സിലും 2 വയസ്സിലൊക്കെ എടുത്തു കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതും ഡോപ്പമിൻ എന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതൊരു ഹോർമോണാണ് തലച്ചോറിൽ ഉണ്ടാകുന്നത്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ ഇതൊന്നും സ്വീകരിക്കാനുള്ള ശേഷി ആ കുഞ്ഞുങ്ങൾക്കില്ല. അപ്പം ഇതിൽ അഡിക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിത് കൂടുതലായി കിട്ടണമെന്ന് തോന്നുകയും ഇത് പെട്ടെന്ന് കിട്ടുക എളുപ്പമായി തോന്നുന്നത് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കുറ്റക്കാർ പുതിയ തലമുറ. അപ്പം ഈ യുക്തിരഹിതമായ പല ആചാരങ്ങളെയും ഒരു ചോദ്യം ചെയ്തെന്ന് പറയുമ്പോൾ ദൈവങ്ങൾക്ക് അന്ന് നൽകിയിരുന്നത് മദ്യവും അതുപോലെ ഇറച്ചിയും മത്സ്യവും ഇങ്ങനെ എല്ലാമായിരുന്നു. അപ്പോൾ ദൈവങ്ങൾക്ക് പോലും അതാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നെല്ലാമാണ് മനുഷ്യർ പറഞ്ഞിരുന്നൊരു യുക്തി. അതുകൊണ്ട് ദൈവങ്ങൾക്ക് ഒരു ഇറച്ചി മീനൊക്കെ മാറ്റി പാലും പഴമൊക്കെ ആക്കി. അത് ഒരു മുന്നോട്ട് വെച്ച ഒരു ആശയം കൂടിയായിരുന്നു. ചാതുർവർണ്ണത്തെ ഗുരു ചോദ്യം ചെയ്യുന്നു, പൗരോഹിത്യ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ബ്രാഹ്മണർക്ക് മാത്രമാണ് പ്രതിഷ്ഠ നടത്താൻ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ആചാരമായിരുന്നു. ആ ആചാരത്തെ ലംഘിച്ചാണ് ഗുരുവിൻ്റെ കർമ്മകാണ്ഡം തുടങ്ങുന്നത്. അതിനു മുൻപ് ഗുരു ഒറ്റപ്പെട്ട രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സാമൂഹിക കാഴ്ചപ്പാടിൽ ഗുരുവിൻ്റെ സാമൂഹിക മുന്നേറ്റം ആരംഭിക്കുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയോട് കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ ബ്രാഹ്മണന് മാത്രമാണ് പ്രതിഷ്ഠ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഗുരു സ്വയം ശിവനെ പ്രതിഷ്ഠിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ആ ക്ഷേത്രം തുറന്നു കൊടുക്കുകയുമാണ് ചെയ്തത്. അവിടെ പൂജാരിമാരായി മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ നിയമിക്കുക ചെയ്തു. അപ്പോൾ മനുഷ്യരുടെ മതം ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജാതി ആണെന്ന് വെച്ചാൽ മനുഷ്യജാതിയാണ്. ഇനി മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു മതമേ ഉള്ളൂ, അത് ആത്മസുഖത്തിൻ്റെ മതമാണ്. ഇനി മറ്റു ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ഹിന്ദു മതം, ക്രിസ്തു മതം, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഗുരു പറയുന്നത് ഈ ഒരേ പല ആചാര്യന്മാരുടെ പേരിൽ പറയുന്ന ഒരു കൂട്ടമായ മതമാണ് ഹിന്ദുമതം എന്നത്. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഹിന്ദുസ്ഥാൻ നിവാസികളെ ഹിന്ദുക്കളെന്ന് വിളിച്ചു പോരുന്നു.
സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ശാക്തേയം, ബൗദ്ധം, ചാർവാകം, ഇങ്ങനെയൊക്കെ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു പൊതുപേരാണ് ഹിന്ദു മതം എന്നത്. അപ്പോൾ ഗുരു പറയുന്നത് അങ്ങനെയെങ്കിൽ മറ്റാചാര്യന്മാരാൽ സ്ഥാപിതമായ മതങ്ങളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മതം എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതത്തെയും ചേർത്ത് വെച്ച് വായിക്കുന്നതിനെയാണ് ഗുരു പറയുന്ന ഒരു മതം എന്ന് ഉള്ള ഒരു ആശയം. ഗുരു അനുകമ്പാദശകം എന്നൊരു കൃതി എഴുതുന്നുണ്ട്. അതിൽ ഈ എല്ലാ മതങ്ങളുടെ ആചാര്യന്മാരെയും അത്തരം ആശയങ്ങളെയും അനുകമ്പയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും നമുക്ക് മുന്നിൽ വലിയൊരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ എന്നെല്ലാം ഉള്ള വരികൾ അതിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. കാരണം കാലം ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്ന് മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലിയിരുന്ന കാലത്താണ് ഗുരു ഇത് എഴുതുന്നത്. പക്ഷെ ഗുരുവിൻ്റെ സമകാലീനരായിരുന്ന പലരും ഓരോ മതത്തെയും വിമർശിച്ചുകൊണ്ടാണ് പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. പക്ഷെ ഗുരു അങ്ങനെയല്ല ചെയ്തത്. ഗുരു എല്ലാ മതങ്ങളെയും ചേർത്തുകൊണ്ട് പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതമർന്നിടണം എന്നാണ് പറഞ്ഞത്. ആനയെ കണ്ട് ഓരോ അവയവത്തിലും പിടിച്ച് ഇതാണ് ആന എന്ന് പറയുന്നതിന് പകരമായി എല്ലാത്തിനെയും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആനയുടെ സ്വരൂപം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മതങ്ങളുടെ കാര്യം. എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കുക. ഇതാണ് മതമൗലികവാദം ഇല്ലാതാക്കാനുള്ള യഥാർത്ഥ മാർഗമെന്ന് ഗുരു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഗുരു ഒരു വൈദ്യനായിരുന്നു. മരുന്ന് കൊടുക്കുന്ന വൈദ്യൻ മാത്രമല്ല, സമൂഹത്തിലെ രോഗങ്ങളെ ചികിത്സിക്കുന്ന വൈദ്യൻ കൂടിയായിരുന്നു. പക്ഷേ വൈദ്യൻ മരുന്ന് കൽപ്പിച്ചെങ്കിലും മരുന്ന് കഴിക്കാൻ വിമുഖതയുള്ള ജനത അത് കഴിക്കാതിരിക്കുകയും അങ്ങനെ രോഗം വ്യാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള രോഗത്തിൽപ്പെട്ടതാണ് ഈ ജാതിയും മതവും എല്ലാം. അപ്പം അതിൽ ദൈവത്തെയൊക്കെ കരുണാകരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കരുണാകരൻ എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും കാര്യം പറയുമ്പോൾ ഗുരു വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. ഒരു കരുണാകരൻ എന്ന പരവൂരുകാരനായിട്ടുള്ള മനുഷ്യൻ്റെയും ജർമ്മനിക്കാരിയായ മാർഗരറ്റിൻ്റെയും വിവാഹം നടത്തി ഗുരു പറയുന്നത് ഇനി പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ ഒന്നിക്കുക, അങ്ങനെ ലോകം ഒന്നാവുക, ജാതി മതഭേദങ്ങൾ ഇല്ലാതെയാകണം. അപ്പം ഇപ്പോൾ ഈ സായിപ്പന്മാരെ മതന്മാരൊക്കെ ഇന്ത്യക്കാരെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അത് പുതിയതാണെന്ന് കരുതണ്ട, ഗുരു നടത്തി കൊടുത്തതാണ് കല്യാണം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ നിങ്ങളുടെ കല്യാണം മുടക്കുന്നുണ്ടെങ്കിൽ ഗുരു എഴുതി വെച്ച വരി നമ്മുടെ മുന്നിലുണ്ട്. അത് കാണിച്ചു കൊടുക്കണം. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. അതിൽ പന്തിഭോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരുമിച്ചിരുന്ന് മനുഷ്യർ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അപ്പോൾ ഗുരു ഇതിനെതിരായിരുന്നു എന്നുള്ളൊരു പ്രചാരണം വന്നു. സഹോദരൻ അയ്യപ്പനാണ് ഈ പന്തിഭോജനത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഗുരുവിൻ്റെ അനുവാദം എഴുതി മേടിക്കാൻ വന്നപ്പോൾ പന്തിഭോജനത്തിൻ്റെ കൂടെ ഗുരു എഴുതി വെച്ചതാണ് അന്യോന്യം വിവാഹവും പന്തിഭോജനവും നടത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ ഗുരുവിൻ്റെ വാക്കുകളാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം മതം എന്നത് ആചാരമല്ല, അതൊരു അനുഭവമാണ്, അനുഭൂതിയാണ്. ഇതാണ് ഗുരു മുന്നോട്ട് വെച്ച ആശയം. അതുകൊണ്ടാണ് 1924 സർവമത സമ്മേളനം ആലു അദ്വൈതാശ്രമത്തിൽ ഗുരു വിളിച്ചു ചേർക്കുന്നത്. ലോക ചരിത്രത്തിലെ നിർണായകമായ നാഴികക്കല്ലുകൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഒരു സെക്യുലർ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നുണ്ട്, മതത്തിൻ്റെയും ജാതിയുടെ പേരിലൊക്കെ മനുഷ്യരെ വേർതിരിക്കാതെ കാണുന്നുണ്ടെങ്കിൽ അത് ഗുരു ഈ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പിൻബലത്താലാണ്. നമ്മുടെ സമൂഹത്തിൽ ജാതി ചോദിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു ആശയമുള്ളത്. ഗുരു ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഉടൽ താൻ തൻ്റെ ഇനമേതെന്നു ചൊല്ലുകയാൽ ഇനമേതെന്നു കേൾക്കില്ല നിനവും കണ്ണുമുള്ളവൻ എന്ന് ഗുരു പറയുന്നുണ്ട്. അത് ഗുരുവിൻ്റെ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ 2 കൃതികൾ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി ദൈവത്തെ സത്യം, ജ്ഞാനം, ആനന്ദം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട്. ദൈവദശം നോക്കിക്കഴിഞ്ഞാൽ നീ സത്യം, ജ്ഞാനം, ആനന്ദം, ദീനാവനപരായണൻ, ദയാസിന്ധു എന്നെല്ലാം ദൈവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ദൈവസങ്കല്പങ്ങളിലെല്ലാം അനുകമ്പ കടന്നു വരുന്നുണ്ട്, കരുണ കടന്നു വരുന്നുണ്ട്, സ്നേഹം കടന്നു വരുന്നുണ്ട്. അതുവരെയുള്ള ദൈവങ്ങളെല്ലാം
കൊല്ലുന്ന ദൈവങ്ങളായിരുന്നു. ആയുധം ധരിച്ച് ഒരാളെ കൊന്നാണ് ധർമ്മം സ്ഥാപിക്കുന്നത്. പക്ഷെ കൊല്ലാതെ ദൈവമാകാമെന്ന് ഗുരുവിൻ്റെ ദൈവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഗുരുവിൻ്റെ കൈകൾ നിങ്ങൾ നോക്കുക, അതിൽ ഈ പറയുന്ന ശൂലമോ വാളോ പരിചയോ കയറോ കത്രികയോ ഗതയോ ഒന്നുമില്ല. ഗുരു അനുകമ്പയുടെ പ്രവാചകനാണ്. അപ്പോൾ കൊല്ലുന്ന ദൈവമാണോ വേണ്ടത്, കൊല്ലാത്ത ദൈവമാണോ വേണ്ടത്? നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ദൈവം നിങ്ങളെ എണ്ണയിലിട്ട് പൊരിക്കും, ദൈവം നിങ്ങളെ ശിക്ഷിക്കും, ശപിക്കും എന്നെല്ലാമാണ്. പക്ഷേ ഗുരു അങ്ങനെ ഒരു ദൈവമല്ല. ഗുരു ഒരു ആധുനിക ദൈവസങ്കല്പം. നിങ്ങൾ ഗുരുവിനെ ദൈവമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗുരു ആധുനിക ദൈവസങ്കല്പമാണ്. പരമ്പരാഗത ദൈവസങ്കല്പങ്ങളുടെ ശൈലിയിലല്ല ഗുരു ഉദയം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ദൈവം എന്നതിന് ഗുരു കാണിച്ചു തന്നത് 1921 മുരിക്കുമ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ്, വർക്കലയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. മുരിക്കുമ്പുഴയിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നത് സത്യം, ധർമ്മം, ദയാശാന്തി എന്ന 4 വാക്കുകൾ എഴുതിയ ഒരു ഫലകമാണ് പ്രതിഷ്ഠിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. ഗുരു ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് അറിവ് എന്നാണ്. നമ്മളെല്ലാം അറിവാണ്, നാം ശരീരമല്ല അറിവാകുന്നു. അത് ഗുരുവിൻ്റെ കൃതികൾ ആവർത്തിച്ച് പറയുന്നത് ഈ അറിവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ യുക്തിരഹിതമായ ദൈവത്തേക്ക് ഈ അറിവിൻ്റെ കണ്ണിലൂടെ നോക്കി കാണേണ്ടത് കൂടിയാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏത് വിശ്വാസം സ്വീകരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ നന്നായി കണ്ടാൽ മതി, അതാണ് പറയുന്നത്. ഇനി വളരെ ചുരുക്കി പറയാം, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഗുരു ആത്മീയതയ്ക്ക് പുതിയ ഭാഷ്യം ചമക്കുകയാണ് ഇത്. അതുവരെ ഉണ്ടായിരുന്ന ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും കാട്ടിലൊക്കെ പോയി ഗുഹയിലൊക്കെ ഇരുന്ന് തപസ്സനുഷ്ഠിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ വെറും മായയാണെന്ന് സങ്കല്പിച്ച് ഒരു പ്രയോജനമില്ലാതെയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ ഗുരു മരുത്വാമലയിലിരുന്ന് തപസ്സനുഷ്ഠിച്ച് സമാധി അടയുകയല്ല ചെയ്ത് മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഗുരു പറയുന്നു, മനുഷ്യരെ സേവിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ പൂജിക്കാൻ സാധിക്കൂ. നിങ്ങൾ കൊടിമരം പണിയാൻ 5 ലക്ഷം രൂപ കൊടുക്കുകയും മനുഷ്യന് 5 പൈസ കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവവിശ്വാസി അല്ല. അപ്പം മനുഷ്യരെ സേവിക്കുക, മനുഷ്യന് സേവിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കേട്ടിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ കേട്ടിരിക്കുക, ഒരു മനുഷ്യന് നമ്മളാലാകുന്ന സഹായം ചെയ്തില്ലെങ്കിൽ പോലും ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക, വാക്കുകൊണ്ട് പോലും. ഇതൊക്കെ ഗുരുവിൻ്റെ ആശയമാണ്. ക്ഷേത്രം എന്ന സങ്കല്പം തന്നെ ഗുരു പൊളിച്ചെഴുതുന്നുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയവും വായനശാലയും തൊഴിൽ പരിശീലന കേന്ദ്രവും. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് തൊഴാനുള്ള സൗകര്യമില്ല. പക്ഷേ വിശാലമായിട്ടുള്ള പള്ളികൾ പോലുള്ള ഹാളുകളായി നിർമ്മിച്ചാൽ പ്രസംഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അത് ഉപകരിക്കുമെന്ന് ഗുരു പറയുന്നുണ്ട്. അങ്ങനെ വേണം ക്ഷേത്രം പണിയാൻ. അത് വളരെ യുക്തിപൂർവ്വം ചെയ്തതാണ്. ഇനി ഗുരു പറയുന്നു, ഇനി കുറേ വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമില്ലാതെ ആകുമെന്ന് കണ്ടാൽ ഇത് മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാമല്ലോ. അങ്ങനെയും ഗുരു പറയുന്നുണ്ട്. യൂറോപ്പിലൊക്കെ പല പള്ളികളും ഇപ്പോൾ ബാറുകളും വിദ്യാലയങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഗുരു കാലത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ ഈ ഷർട്ടൊക്കെ ഊരി കയറുമ്പോൾ ഒന്ന് ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് ഊരി കയറുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ചിലപ്പോൾ ഉടയാട സമർപ്പണമായിരിക്കും. ഈ ഉടയാട കൊണ്ടുപോയി സമർപ്പിച്ച് ദൈവത്തെ നിങ്ങൾ വേഷം ധരിപ്പിക്കുകയും നിങ്ങൾ തുണിയില്ലാതെ നിൽക്കുകയും ചെയ്യുന്നത് പണ്ട് കാലത്ത് നമ്മൾ ശീലിച്ച ചില ആചാരങ്ങളാണ്. ഗുരു നിത്യചൈതന്യതൊരു കഥ പറയുന്നുണ്ട്. ഒരിക്കലൊരു സ്വാമി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആ പൂച്ചയെ പിടിച്ച് കെട്ടിടാനും സ്വാമി പറഞ്ഞു. അങ്ങനെ ആ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു. അങ്ങനെ ക്ലാസ് നല്ല രീതിയിൽ നടന്നു. പിറ്റേ ദിവസം ഈ പൂച്ച വന്നു. അപ്പോൾ സ്വാമി പറയാതെ തന്നെ പലരും പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഈ പൂച്ച ശല്യമായതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പൂച്ചയെ കെട്ടിയിടുക എന്നുള്ളത് ഒരു ശീലമായി, അത് പതുക്കെ ഒരു ആചാരമായി മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്വാമി സമാധിയായി, പുതിയ സ്വാമി വന്നു. അപ്പോഴും പൂച്ചയെ കെട്ടിയിടൽ ആചാരമായി തുടർന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൂച്ച ചത്തുപോയി. അപ്പോൾ കെട്ടിയിടാൻ പിന്നെ പൂച്ചയില്ലാതെയായി. അപ്പോൾ പിന്നെ പുതിയ പൂച്ചയെ മേടിക്കുകയും അതിനെ കെട്ടിയിടാനും തുടങ്ങി. അത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പല അനാചാരങ്ങളും സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ആചാരം കണ്ടു കഴിഞ്ഞാലും ഇതെന്താണ് ഇതിൻ്റെ പിന്നുള്ള യുക്തി, ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. നമുക്ക് സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും ഉപകരിക്കുന്നതാകണം. കാരണം നമ്മളെന്നും നിങ്ങളെന്നൊക്കെ ധരിക്കുന്നതെല്ലാം ഒരേ ഒരു സത്യമാണ്. ഇതാണ് ഗുരുവിന്റെ ആത്മീയതയുടെ കാതലായിരിക്കുന്നത്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർന്ന് ദുഃഖവും ചെയ്യുന്ന കാര്യം ആത്മവിരോധി, അത് ആത്മാവിന് നിരക്കാത്തതാണ്. അത് ചെയ്യരുത്. പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ഗുരുവിന്റെ ആത്മീയതയുടെ കാതൽ. പ്രിയം അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം. അതിനാലെ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം. നരനു നന്മ നൽകും ക്രിയ, മനുഷ്യന് ഉപകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടേണ്ടതാകുന്നു. ഇതാണ് ഗുരു പറഞ്ഞത്. ഈ ഗുരുവിന്റെ ആചാരങ്ങളും ദൈവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞത് ഭയപ്പെടുത്തലും അത്ഭുത കഥകളും ഡോഗ്മകളും ഒന്നുമല്ല. അത് ശുദ്ധമായ ആത്മീയതയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു യുക്തിപരമായ ദർശനം, കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഈ ആചാരത്തെ അല്ല ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ളത്, നീതി, നന്മ, ഇത്തരം ആശയങ്ങളെയാണ്. ഭയപ്പെടുത്തിയും പലതും കാണിച്ചും കൊതിപ്പിച്ചൊക്കെയാണ് നമ്മൾ ദൈവത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. നിങ്ങൾ ചില കുട്ടികളൊക്കെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിന് കുറച്ച് പൈസ കൊണ്ടുപോയിട്ടിട്ട് എങ്ങനെയെങ്കിലും എന്നെ ജയിപ്പിച്ചു തരണമെന്ന് പറയും. അത് കൈക്കൂലി കൊടുക്കലാണ്. അതല്ല യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം. നിങ്ങൾ പഠിക്കുകയും പഠിച്ചതെല്ലാം ഓർക്കണേന്ന് പറഞ്ഞ് ദൈവത്തിന് മുന്നിൽ പോയി പൈസ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം. അല്ലാതെ പൂജിച്ച പേന കൊണ്ട് എഴുതിയാൽ നിങ്ങൾ പരീക്ഷ പാസ്സാവില്ല. അവിടെ യുക്തി പ്രവർത്തിക്കണം. പരീക്ഷ പാസ്സാണെങ്കിൽ നന്നായി പഠിക്കണം. അപ്പോൾ അങ്ങനെ യുക്തിചിന്തയും വിശ്വാസത്തെയും അങ്ങനെയാണ് കാണേണ്ടത്. വിശ്വാസത്തെ നിരാകരിക്കാനല്ല പറഞ്ഞത്, വിശ്വാസത്തെ യുക്തിയിലൂടെ നോക്കി കാണേണ്ടതുണ്ട്. സാമൂഹിക നീതി എന്നൊരു കാര്യമുണ്ട്. അന്ന് ഇല്ലാത്തൊരു കാലമായിരുന്നു. പക്ഷേ ആ സാമൂഹിക നീതിയെ സമൂഹത്തിൽ കൊണ്ടുവരികയാണ് ഗുരു ചെയ്തത്. ഒരു സമത്വം എന്ന ആശയത്തെ ഗുരു കൊണ്ടുവന്നു. ഈ ആശയത്തെ ചുവട് പിടിച്ചാണ് പിന്നീട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും എല്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതും നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. മതം മനുഷ്യനെ ഭിന്നിപ്പിക്കേണ്ടതല്ല, മനുഷ്യനെ ഒന്നിപ്പിക്കേണ്ടതാണ്. മറ്റ് മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിലുള്ള മതമല്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിപ്പിക്കാൻ പഠിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുക, ഇതാണ് യഥാർത്ഥത്തിലുള്ള മതം. ഒരു മതം മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ മതത്തെ ഒരിക്കലും സ്വീകരിക്കരുത്. അത് മതം മാത്രമല്ല, ഒരു പ്രത്യേക ശാസ്ത്രം, രാഷ്ട്രീയ പാർട്ടികളോ ഹിംസ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയത്തെയും സ്വീകരിക്കാതിരിക്കുക. അത് യുക്തിചിന്തയിൽ അധിഷ്ഠിതമാണ്. ഇനി പറയാനുള്ളത് ആധുനികതയാണ്. ആധുനികത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുരു പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ലോകവുമായി നമുക്ക് പരിചയമില്ലാതെയായി പോകും, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുകയും 1923 വർക്കലയിൽ ഇംഗ്ലീഷ് മോഡൽ സ്കൂള് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരു എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുരുകുല എന്നൊരു പ്രോജക്റ്റ് തന്നെ തുടങ്ങുന്നുണ്ട്. ഈ ആദ്യം പറഞ്ഞ സ്വാമി ഏണസ്റ്റ് കർക്കായിരുന്നു അതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത്. ഗുരു ശാരദാ മഠം സ്ഥാപിക്കുന്നുണ്ട് ശിവഗിരിയിൽ. അതൊരു ആധുനിക മഠമാണ്. ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാതൃകയാണ്. അതുവരെ ജനലുകളൊന്നും ഇല്ലാത്ത ക്ഷേത്രത്തിൽ ഗുരു ജനലുകൾ ഘടിപ്പിക്കുന്നു. ഉത്സവമില്ലാതെ അറിവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുന്നു. അതുവരെ സരസ്വതി എന്ന സങ്കല്പമായിരുന്നു ഒരു അറിവിൻ്റെ ദേവതയെ പറഞ്ഞിരുന്നെങ്കിൽ ശാരദ എന്ന സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുന്നു. ആ ശാരദാദേവിയുടെ കയ്യിലിരിക്കുന്ന സങ്കല്പങ്ങളെല്ലാം തന്നെ അറിവിനെ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളാണ്, അറിവിൻ്റെ പ്രതീകങ്ങളാണ് 4 കൈകളിലും ഇരിക്കുന്നത്. അതൊക്കെ പിന്നീട് വിശദമായി പറയാം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഗുരു അതുപോലെ തന്നെ കാറിൽ സഞ്ചരിക്കുന്നുണ്ട്, റിക്ഷയിൽ സഞ്ചരിക്കും, മനുഷ്യൻ വലിക്കുന്ന റിക്ഷയിൽ സഞ്ചരിക്കുന്നുണ്ട്, ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിക്കുന്ന റിക്ഷയിൽ കയറുകയും എന്നാൽ കാള, കുതിര ഇതൊന്നും വലിക്കുന്ന റിക്ഷയിൽ ഗുരു കയറിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഗുരു പറയുന്നത്, ഈ കാളയോ അല്ലെങ്കിൽ കുതിരയോ ഒന്നും നാം അതിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ ഈ മനുഷ്യർ വലിക്കുന്ന റിക്ഷ എന്ന് പറയുമ്പോൾ ആ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് ഗുരുവിനെ ഇരുത്തി വലിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അതിൽ ഗുരു കയറി സഞ്ചരിക്കുകയും ഇതിലൊന്നും കയറി സഞ്ചരിക്കുന്നുമില്ല, ഈ കാളയുടെയോ കുതിരയുടെയോ ഒന്നും പുറത്ത്. പക്ഷെ പിന്നീട് ടെക്നോളജി മാറുമ്പോൾ കാർ വരുന്നു, അതുപോലെ ട്രെയിൻ വരുന്നു, ഇതിലൊക്കെ ഗുരു സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടെക്നോളജി എന്നത് അനുകമ്പ കൂടുതൽ നമുക്ക് പുലർത്താനുള്ളൊരു മാർഗം കൂടിയാണ്. ഒരിക്കൽ മംഗലാപുരത്ത് ഒരു പൂന്തോട്ടത്തിലിരുന്നപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഈ പൂക്കൾക്ക് ചോരയുടെ മണമെന്ന്. നല്ല പൂക്കളാണ്, പക്ഷെ ഗുരു പറയുന്നത് ചോരയുടെ മണമെന്നാണ്. കാരണം ഗുരുവിന് അറിയാമായിരുന്നു ഇങ്ങനെ ഈ കാളകൾ ചുറ്റി ചുറ്റി വരുമ്പോൾ ഓരോ കുട്ടയിലും വെള്ളം വീണാണ് ഈ പൂക്കൾക്ക് വെള്ളം കിട്ടുന്നതും ഈ വെള്ളം കൊണ്ടാണ് ഈ പൂക്കൾ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നതെന്നും. പക്ഷെ ഗുരു അതിനെ കണ്ടത് ആ പൂക്കൾക്ക് ഈ കാളയുടെ ചോരയും അവയുടെ കണ്ണീരും അവയുടെ വിയർപ്പുമാണ് ഈ സുഗന്ധം നൽകുന്നത്. അപ്പം അതുകൊണ്ട് ഗുരുവിന് ആ പൂക്കളെ അങ്ങനെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് മോട്ടറുണ്ട്, നിലമുഴാൻ വേണ്ടി കാളകളുടെ ആവശ്യമില്ല, ട്രാക്ടറോ ടില്ലറോ അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് കൃഷിയിലേക്ക് വരുമ്പോഴും ഗുരു ഈ മെഷീനറിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന് അത്തരം പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇതൊക്കെ ഗുരുവിൻ്റെ ആധുനിക കാഴ്ചപ്പാടിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും ഗുരു ശാസ്ത്രീയ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരിക്കലൊരു ക്ഷേത്രത്തിൽ പണം കൊടുത്തവരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ ചിലരുടെ പേരൊക്കെ പിന്നീടായി പോയി, ചിലരുടെ ആദ്യമായി പോയി എന്നൊരു തർക്കം വന്നു. അപ്പോൾ ഗുരു അതിന് കൊടുത്തൊരു പരിഹാരം, ഒരു കാര്യം ചെയ്യൂ, ഒരു വട്ടം വരയ്ക്കുക, ഒരു സർക്കിൾ വരച്ചിട്ട് ഈ വട്ടത്തിന് ചുറ്റും എല്ലാവരുടെയും പേരെഴുതൂ. അപ്പം ആദ്യം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. പല ക്ഷേത്രങ്ങളിലും വലിയ തർക്കമാണ്. എല്ലാ വർഷവും 10,000 രൂപ കൊടുത്ത 30 പേര് കാണും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ഗുരു ഈ ചില കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളത്. ഒരിക്കൽ ഗുരുവിൻ്റെ അടുക്കെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ചാത്തൻ കല്ലെറിയുകയാണ്. അപ്പോൾ ഗുരുവിനറിയാം ഈ ചാത്തനൊക്കെ ഒരു സങ്കല്പമാണെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, നാം എന്ത് ചെയ്യണം? ഗുരു പറഞ്ഞാൽ ചാത്തൻ കേൾക്കും. ഓ, നാം പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ ഇവരുടെ വിചാരം ഈ ചാത്തനും ഗുരുവും ബഡ്ഡിയാണെന്നാണ്. അപ്പോൾ ഗുരു പറഞ്ഞാൽ ചാത്തൻ കല്ലേറ് നിർത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഓ, നാം പറഞ്ഞാൽ ചാത്തൻ കേൾക്കുമോ? കേൾക്കും. നിങ്ങൾക്ക് വിശ്വാസമാണോ? അതെ. ഓ, എങ്കിൽ നാം ഒരു കത്ത് തരാം, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരു ഒരു പെൻസിലും ഒരു പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എഴുതി, പ്രിയപ്പെട്ട കുട്ടിച്ചാത്തന്, ഈ കത്തുമായി വരുന്ന വ്യക്തിയെ മേലാൽ ഉപദ്രവിക്കുകയോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കല്ലെറിയുകയോ ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം നാരായണ ഗുരു. ഒപ്പ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിന് ചുറ്റും നടന്ന് വായിക്കുക, ഇനി കല്ലേറുണ്ടാവില്ല. ഇതും കൊണ്ട് അയാൾ വളരെ സന്തോഷത്തോടു കൂടി പോയി. തൊട്ടപ്പുറത്തിരുന്ന ആൾ ചോദിച്ചു, ഇതെന്താണ് ഗുരു ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ചാത്തനില്ല എന്ന് എനിക്കറിയാം, ഗുരുവിനും അറിയാം. അപ്പോൾ പറയുന്നത്, ആ വ്യക്തിയുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവെങ്കിൽ, ആശ്വാസം ഉണ്ടാവെങ്കിൽ അതല്ലേ വലുത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗുരു ഈ ശാസ്ത്രീയ ചിന്തയെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒരിടത്ത് ഈ ഭൂതപ്രേതാദി പിശാചികളെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ സഹോദരൻ അയ്യപ്പനോട് കുമ്പളങ്ങിയിലിരുന്ന് ഗുരു ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിൽ ശുദ്ധജലമില്ലേ, ശുദ്ധവായുവില്ലേ, എന്താണ് ഈ മനുഷ്യർ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്? അപ്പോൾ നല്ല ശുദ്ധവായുവും ശുദ്ധജലവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മനുഷ്യർക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതെ ആകുമെന്ന് ഗുരു കരുതിയിരുന്നു. കാരണം ഈ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി, CCTV വന്നതോടുകൂടി ഇപ്പം ഈ യക്ഷികളെ ഒന്നും കാണാനില്ല. നിങ്ങൾ നോക്കിയറിയാം, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായിരുന്നു. തീ പറക്കുന്നു, വെള്ളസാരിയൊക്കെ കൊടുത്ത് യക്ഷികൾ നടക്കുന്നു. പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം. പക്ഷേ ഇന്ന് CCTV ഉള്ളതുകൊണ്ട് ഇതൊക്കെ മാറി. അപ്പം മനുഷ്യർ വേറെ പലതിനെയൊക്കെ കണ്ട് പേടിക്കുന്നതാണ് യക്ഷിയെന്നും ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ഇത്തരം വിശ്വാസങ്ങളൊക്കെ യുക്തിപൂർവ്വം ചോദ്യം ചെയ്യാനും ഗുരു നമ്മെ പഠിപ്പിച്ചിരുന്നു. ഗുരുവിൻ്റെ കൃതികളിൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കാണും. ജയില്, റെയില്, റോഡ്, എൻചാൻ റോട്ടുകൂടെ ഓടുന്ന ശകടം, റെയിലിൻ വേഗം ജയിക്കും, ജയിലിൽ പാർപ്പാൻ നേരമായി. ഇതൊക്കെ സുബ്രഹ്മണ്യ കീർത്തനം പോലുള്ള കൃതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ആശയങ്ങൾ കാണാൻ പറ്റും. ആവി വൻ തോണി നിൻപറം, സ്റ്റീം ഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്റ്റീം ഷിപ്പിനെ പറ്റി ആവി വൻ തോണി നിൻപറം എന്ന് ദൈവദശകത്തിൽ തന്നെ ഗുരു പറയുന്നുണ്ട്. ഇനി 2 കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് ചുരുക്കാം. വ്യവസായവൽക്കരണവും സാമ്പത്തിക പര്യാപ്തത.
അപ്പോൾ ഇത് ലോകത്തിലുണ്ടായ മാറ്റമാണ്. അത് ഗുരു തൊഴിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, മനുഷ്യന് ഉൽപാദനപ്രദമായ ഒരു തൊഴിൽ ഉണ്ടാക്കുക. അതുപോലെ കൃഷിയുണ്ട്. നമുക്ക് ചകിരി കിട്ടുന്നുണ്ടെങ്കിൽ ചകിരി പിരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിൽക്കുക. അങ്ങനെ വ്യവസായം ചെയ്യുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. ഇതൊക്കെ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. ഇതൊക്കെ ആധുനിക കാഴ്ചപ്പാടാണ്. ഒരു ശിവഗിരിയെ സാംസ്കാരിക കേന്ദ്രമായി ഗുരു മാറ്റിയിരുന്നു. സാമൂഹിക പരിഷ്കരണത്തിനുള്ള കേന്ദ്രമായി മാറ്റിയിരുന്നു. കേവലം ഒരു ആശ്രമം എന്നുള്ള രീതിയിലല്ല നോക്കിക്കണ്ടത്. അപ്പോൾ കൈത്തൊഴിലിന് പ്രാധാന്യം കൊടുക്കുന്നു, തൊഴിലിൻ്റെ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പാരമ്പര്യ തൊഴിൽ എന്നതിനല്ല. അപ്പോൾ ഇതുവഴി ഒരു സ്വാതന്ത്ര്യത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടിയാണ്. അങ്ങനെ സാമൂഹിക വിമോചനത്തിൻ്റെ ഒരു ആശയമായി സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ഇത്തരം തൊഴിലിനെയും ഗുരു മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളുകൾ പണിയുന്നു, അമ്പലങ്ങൾ പണിയുന്നു, ബാങ്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ലൈബ്രറികൾ ഉണ്ടാകുന്നു, ശാസ്ത്രീയമായി കൃഷി രീതികൾ ആവിഷ്കരിക്കുന്നു. പിന്നെ ഗുരുവിൻ്റെ ആധുനികതയെ പറ്റി പറയുമ്പോൾ ഗുരു ഭൂതകാലത്തെ ഒരിക്കലും മഹത്വവൽക്കരിച്ചിട്ടില്ല. പഴയ തലമുറ മോശമെന്നും അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടം നല്ലതെന്നും പുതിയ തലമുറ മുഴുവൻ നശിച്ചു പോയി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് റഡ്ഗർ ബ്രഗ്മാൻ എന്ന് പറയുന്ന ആളുടെ. ഇത് ഇങ്ങനെ കാണുമ്പോൾ മിറർ വ്യൂ ആയിരിക്കും ഉള്ളത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഹ്യൂമൻ കൈൻഡ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി ബൈ റഡ്ഗർ ബ്രഗ്മാൻ. RUTGERBREGMAN. റഡ്ഗർ ബ്രഗ്മാന്റെ ഹ്യൂമൻ കൈൻഡ് എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമുണ്ട്, ഉട്ടോപ്പിയ ഫോർ റിയലിസ്റ്റ്. ഇത് കാണിക്കുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഇന്നത്തെ കാലം വളരെ മോശമല്ല. ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ലോകം നശിച്ചു എന്നൊക്കെ നമ്മൾ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മീഡിയ വ്യാപിച്ചതോടുകൂടി ചെറിയ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പണ്ട് കാലത്ത് കുമാരനാശാനൊക്കെ മരിച്ച വാർത്ത അറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം അന്നത്തെ വാർത്താവിനിമയ മാർഗങ്ങളൊക്കെ അത്രത്തോളം പരിമിതമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ആലോചിച്ചറിയാം, കൂടുതൽ നല്ല രീതിയിലാണ്. പണ്ടത്തെ 25 വയസ്സൊക്കെ ആയിരുന്നു കുറേ വർഷം മുമ്പ് മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞത്. ഇന്നതൊരു 75 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ വന്ന മാറ്റമല്ല. ഇന്ന് പട്ടിണി കിടന്ന് മനുഷ്യൻ മരിക്കുന്നില്ല. പണ്ടൊക്കെ എത്രയോ പേരാണ് പട്ടിണി കിടന്ന് മരിച്ചത്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങേയറ്റം ബുദ്ധിമുട്ടിയിരുന്ന മനുഷ്യരാണ്. ഇന്ന് സൗകര്യങ്ങൾ കൂടി മനുഷ്യൻ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിലും പണ്ടത്തെ ആളുകളുടെ ബുദ്ധിയല്ല. ഇന്ന് ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഭൂതകാല കുളിരുള്ളതുകൊണ്ട് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇത് ഇപ്പോൾ മാത്രമല്ല, സോക്രട്ടീസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ സോക്രട്ടീസ് പുരാതന ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു. സോക്രട്ടീസിന് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. കാരണം പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാണ്. അപ്പൊ അന്ന് സോക്രട്ടീസിനോട് പറഞ്ഞിരുന്നു പുതിയ തലമുറയൊക്കെ ഇങ്ങനെ നശിച്ചു, ഇയാളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ്. പക്ഷെ ഗുരുവിന് എന്തായാലും ഈ അസുഖം പിടിപെട്ടിട്ടില്ല. ഗുരു പറഞ്ഞിട്ടുള്ളത് പുതിയ തലമുറയാണ് ഒരു പ്രതീക്ഷ. അതുകൊണ്ട് പുതിയ തലമുറയോടാണ് ഗുരു സംസാരിച്ചിട്ടുള്ളത്. ശിവരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളായി ഗുരു മുന്നോട്ട് വയ്ക്കുന്നതും വിദ്യാഭ്യാസവും ഈശ്വരഭക്തിയും, തൊഴിൽ, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നുള്ളതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒരു തീർത്ഥാടനത്തിന് ലക്ഷ്യമായിട്ടാണ് ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിവാഹത്തിന് 10 പേർ മതി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആധുനികമായ കാഴ്ചപ്പാടാണ്. ദൂർത്ത് വേണ്ട. ഇപ്പം മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് പേരിലും ദൂർത്ത് വേണ്ട. ഇതും ഗുരു മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ഇന്ന് അതിൻ്റെയൊക്കെ കാലം മാറിയിരിക്കും. ഇന്ന് ഏത് നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാലും ദോഷമുള്ള നക്ഷത്രമാണ്. അതിൻ്റെ പേരിൽ ലക്ഷങ്ങളുടെ പൂജകൾ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ സമൂഹം മാറണം, ആശയങ്ങൾ പുതുക്കപ്പെടണം, പാരമ്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം. ഇതാണ് ശുദ്ധമായ ആധുനിക കാഴ്ചപ്പാട്. ഇതാണ് ഗുരു മുന്നോട്ട് വെച്ചത്. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഗുരുവിൻ്റെ മൗലികമായ ആശയങ്ങൾ എന്തൊക്കെയാണ്? അത് മാനവികതയാണ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, നീതി, സമത്വം, അനുകമ്പ, സാഹോദര്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന് പറയുമ്പോൾ സാഹോദര്യത്തെയാണ് ഗുരു സ്ഥാപിക്കുന്നത്.
അതുപോലെ സ്വതന്ത്രമായ അന്വേഷണം, സാമൂഹികമായ ഉത്തരവാദിത്വം, മനുഷ്യൻ്റെ അന്തസ്, മനുഷ്യ അന്തസ്, അതിൽ ഒരിക്കലും ജീവിത നിരാസമില്ല. എല്ലാവരും പോയി സന്യാസിയാവും ഗുരു പറയുന്നില്ല, നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. അതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അഷ്ടലക്ഷ്യങ്ങളിൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ പുതിയ തലമുറയുടെ ദൗത്യം എന്താണ്? അതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയ തലമുറയുടെ ദൗത്യം ജാതി, മത, രാഷ്ട്രീയം, സാമൂഹിക കാഴ്ചപ്പാട് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുകയും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുക. കപട ആത്മീയതയെയും വ്യാജശാസ്ത്രത്തെയും നിരാകരിക്കുക. സഹോദരൻ ദൈവദശകത്തിൻ്റെ ഒപ്പം ഗുരു ദൈവദശകം എഴുതുമ്പോൾ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സയൻസ് ദശകമാണ്. ഗുരു അതിനെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സയൻസിനെയും വിശ്വാസത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇതിലൂടെ എല്ലാത്തിനെയും നോക്കി കാണാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ശാസ്ത്രചിന്ത വളർത്തിയെടുക്കണം. വികാരമല്ല, തെളിവിന് പ്രാധാന്യം കൊടുക്കണം. പാരമ്പര്യമല്ല, യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണെന്ന് ചിന്തിക്കണം. മനുഷ്യൻ കെട്ടുപോയിട്ട് പിന്നെ മതങ്ങൾ കൊണ്ടും ദൈവങ്ങൾ കൊണ്ടും എന്ത് നേട്ടമെന്ന് ഗുരു ചോദിക്കുന്നുണ്ട്. ഈ യുക്തി ഇല്ലാതെ വരുമ്പോൾ, ലോജിക്ക് ഇല്ലാതെ വരുമ്പോഴാണ് കലക്ക വെള്ളത്തിലൊക്കെ പോയി മുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും, പുണ്യം കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് ചിന്ത ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ സാമൂഹിക പരിഷ്കരണം അതും പുതിയ തലമുറ ഏറ്റെടുക്കേണ്ടതാണ്. ഇതൊരു കാട് വെട്ടുന്ന പോലെയാണ്. ഈ കാട് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെട്ടിയില്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ മുളച്ച് വരും. അപ്പോൾ അത് വെട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഗുരു തുടക്കം കുറിച്ചതിന് നമ്മൾ ഒരു തുടർച്ച ഉണ്ടാക്കേണ്ടതാണ്. ഗുരു മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ ലിംഗനീതി, സമത്വം, ഇതിനുവേണ്ടി നിലകൊള്ളുക, വിവേചനങ്ങൾക്കെതിരായി നിലകൊള്ളുക, എത്തിക്സിനെയും സയൻസിനെയും ഒരുമിച്ച് ചേർക്കുക. എത്തിക്സ് ഇല്ലാത്ത സയൻസിനെ ഒരിക്കലും സ്വീകരിക്കരുത്. ഈ ഓപ്പൺഹൈമർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്രിസ്റ്റഫർ നോളൻ്റെ. അതിൽ റോബർട്ട് ഓപ്പൺഹൈമർ അണുബോംബ് ഉണ്ടാക്കുകയും അത് ഐൻസ്റ്റീനെ കാണിക്കുമ്പോൾ ഈ ഐൻസ്റ്റീൻ്റെ E=mc² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പോകാൻ നേരത്ത് ഐൻസ്റ്റീൻ ഒരു ചെറിയ കടലാസ് കൊടുക്കുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് മൈൻ, ഇത് എൻ്റെ അല്ല. കാരണം ഈ E=mc² എന്ന ആശയം ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആയിരിക്കും. പക്ഷേ ഈ ആറ്റം ബോംബ് ഐൻസ്റ്റീൻ്റെ അല്ല, അത് ലോകത്തിനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. ഗുരുവിന് ആവശ്യം അന്ധരായ ഭക്തരെ അല്ല. ഈ ഗുരു പറയുന്നുണ്ട് മലയാളിയുടെ മണ്ടയിൽ കാടാണെന്ന്. ഈ ചിന്തിക്കാത്ത മനുഷ്യരെ പറ്റിയിട്ടാണ് ഗുരു പറയുന്നത് മണ്ടയിൽ കാടാണെന്ന്. കാരണം കുറേ കാലം എടുക്കും ഇതൊക്കെ മാറി വരാനായിട്ട്. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യരെയാണ് ഗുരുവിന് ആവശ്യം. എന്ത് ഗുരു പറയുന്നത്, സഹോദരനെ പോലെ 10 പേരുണ്ടായാൽ മതി, ലോകത്തിൽ എല്ലാ ആശയങ്ങളും നിലവിൽ വരും, ലോകം പുരോഗതിയിലേക്ക് വരും. 10 ആൾക്കാരുണ്ടായാൽ മതി സഹോദരനെ പോലെ. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഗുരു ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഫ്രീ തിങ്കറായിരുന്നു, റാഷണൽ തിങ്കറായിരുന്നു, ഒരു മോഡേൺ തിങ്കറായിരുന്നു. ഈ ആധുനിക ചിന്തയുടെ മലയാളത്തിൻ്റെ തുടക്കക്കാരനായിരുന്നു ഗുരു. ഗുരുവിനെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം ഗുരുവിനെ പോലെ ചിന്തിക്കുവാനും കൂടി പഠിക്കേണ്ടതുണ്ട്. ഗുരുവിനെ പോലെ ചിന്തിക്കുക. ഗുരു എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചതെന്ന് വെച്ചാൽ ഗുരുവിനെ പോലെ നമ്മളെയും കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേവലം അന്ധമായി ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഗുരു ആരാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല, ആരോ പറഞ്ഞ് എന്തിനെയോ സ്വീകരിക്കുന്നു. ഈ ആടുകളെയൊക്കെ തെളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, മുന്നേ പോകുന്ന ആടിൻ്റെ പുറകെ ഇങ്ങനെ ഗമിക്കുക. അങ്ങനെ ആകാതെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന മൃഗമാണ്. നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുക, ഇത് വെച്ച് ചിന്തിക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ഗുരുവിനോട് പറയുന്നുണ്ട്, ഗുരു ജാതിയില്ല, ജാതി തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ ശങ്കരാചാര്യർ വലിയ ആളായിരുന്നല്ലോ, അദ്ദേഹം പോലും ജാതി ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ ഗുരു പറയുന്നത് ശങ്കരൻ വലിയ ആളായിരുന്നിരിക്കാം, പക്ഷേ ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു. ഇത് പറയുന്നതാണ്. കാരണം ആര് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ പോലും ഗുരു അതിനെ അംഗീകരിച്ചിരുന്നില്ല. കാരണം യുക്തിക്ക് നിരക്കുന്നതിനെ ഗുരു സ്വീകരിച്ചിട്ടുള്ളൂ. ഈ നടരാജ ഗുരു ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതി അതിനെപ്പറ്റി ഗുരുവിനോട് പറയുമ്പോൾ ആ ചർച്ചാവേളയിൽ ഗുരു നടരാജഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് കൃഷ്ണന് അർജുനനോട് കൊല്ലാൻ പറയാൻ പറ്റിയത്?
അപ്പോൾ നടരാജഗുരു ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് പറയുന്നത് അദ്ദേഹം പിന്നീട് തീർച്ചയായും പശ്ചാത്തപിച്ചിരിക്കാം. കാരണം ഈ അർജുനനോട് കൊല്ലാൻ പറഞ്ഞ കൃഷ്ണൻ പിന്നീട് വേടന്റെ അമ്പേറ്റ് മരിക്കുകയാണ് ചെയ്തത്. അവസാനം പശ്ചാത്തപിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ പശ്ചാത്തപിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പഞ്ചകം അവസാനിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട്, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തോട് തുല്യനവൻ, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവക നന്മയും ആർന്നിടിലും. ഗുരു പറയുന്നതാണ്. ഈ ശിവനെയൊക്കെ ഗുരു പറയുന്നത്, ശിവൻ പണ്ട് കാലത്തെ ഗോത്രവർഗക്കാരുടെ ഇടയിലെ നേതാവായിരുന്നിരിക്കാം. കായബലം കൊണ്ട് പിന്നീട് ദൈവമായി മാറി, സ്വഭാവ ഗുണം കൊണ്ടും തലയിലിരിക്കുന്ന ചന്ദ്രകല സിംഗിളികളെ പോലെ ചീപ്പോ മറ്റോ വെച്ചു കൊടുത്തതായിരുന്നിരിക്കാം. ഇങ്ങനെയൊക്കെ ചരിത്രപരമായി തന്നെ ദൈവ സങ്കല്പങ്ങളൊക്കെ ഗുരു നോക്കി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പുതിയ തലമുറയുടെ ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. പുതിയ നമ്മുടെ അറിവില്ലാത്ത മനുഷ്യർക്ക് അറിവ് പകർന്നു കൊടുക്കുക. അവർ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിന് തിരുത്തി കൊടുക്കുക. പൊളിറ്റിക്കലി കറക്റ്റായിരിക്കുക, അനുകമ്പയുള്ളവരായിരിക്കുക. ഈ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതെ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം, ഈ ജീവിതത്തെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹീറോ ആകണമെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമല്ല. നല്ല മനുഷ്യരായി ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമുക്ക് ഗുരു കാണിച്ചു തരുന്ന വലിയ മാതൃക. ഗുരു ജീവിതം കൊണ്ടാണ് മാതൃക കാണിച്ചുള്ളത്. അതുകൊണ്ടാണ് മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ എന്നൊക്കെ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സിവിക് സെൻസ് ഒക്കെ ഇനി പുതിയ തലമുറയ്ക്കാണ് ഉണ്ടാകുന്നത്. കാരണം പരിസരത്ത് ചപ്പുചോറ് വലിച്ചെറിയാതിരിക്കുക, വേസ്റ്റ് ഇടാതിരിക്കുക പഴയ തലമുറയൊക്കെ ശീലിച്ചത് കൊണ്ട് അവർക്ക് മാറ്റുക പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയെ ഗുരുവിനെ പോലെ ചിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. ഇത് കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു, എങ്കിലും ക്ഷമിക്കുക, നിങ്ങൾക്ക് ക്ഷമയുള്ളവരാണെന്ന് കരുതുന്നു. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളെല്ലാവരും കേട്ടിരുന്നു. ഇത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, വളരെ വിപുലമായൊരു വിഷയം കൂടിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ശാസ്ത്രീയ ചിന്തയും പുതുതലമുറയുടെ ദൗത്യവും എന്നത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്കും ചിന്തയ്ക്കും ഒക്കെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ ചിന്താശേഷി കൊണ്ട് ചിന്തിക്കുകയും സ്വീകരിക്കാവുന്നതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും ഞാൻ പറഞ്ഞ പോലെ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ തിരുത്തി തരികയും ചെയ്യുക. ഒറ്റ കാര്യം കൂടി പറയുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടം ഒരാൾ പറയുകയും മറ്റുള്ളവർ കേൾക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ഹൈറാർക്കിയാണ്. പല അച്ഛനമ്മയ്ക്കും വരുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ പറയുന്നത് കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരിക്കാനിരിക്കുന്ന ആൾക്കാരല്ല കുട്ടികൾ. കാരണം അവിടെ വേണ്ടത് നിങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതല്ല, പരസ്പരം ചർച്ച ചെയ്യുക, ചിന്തിക്കുക, പരസ്പരം ബഹുമാനിക്കുക. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് വേണ്ടത്. അല്ലാതെ ചില ആൾക്കാർ ഉയർന്നവർ, ചില ആൾക്കാർ താഴ്ന്നവർ, അതൊന്നുമല്ല ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം ചർച്ച ചെയ്യുക, ആശയങ്ങൾ ചർച്ച ചെയ്യുക, വ്യക്തികളെയല്ല. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ആശയപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ എന്ന രീതിയിൽ സൗഹൃദത്തോടുകൂടി ചേർന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വ്യത്യസ്തരായിരിക്കുകയും ആ വ്യത്യസ്തതകൾക്കിടയിൽ ചേർന്നിരിക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പണ്ട് ഈ ബഷീർ പ്രേമലേഖനം എന്നൊരു പുസ്തകത്തിൽ പറയുന്നത്, സാറാമ്മയും കേശവൻ നായരും പരസ്പരം പ്രണയത്തിലാവുകയും അവർ യാത്ര പോവുകയും, ഒരു ബസ്സിലായിരുന്നു യാത്ര. ആ ബസ് ഒരിടത്ത് ചായപ്പീടികയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയും അവരിറങ്ങി ബഷീറിൻ്റെ നായകനായിട്ടുള്ള സാറാമ്മയുടെ കാമുകനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ഹിന്ദു ആയിരുന്നു. അദ്ദേഹം വേഗം ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, കേശവൻ നായർ വിളിച്ചു പറഞ്ഞത് 2 ചായ എന്നാണ്. പെട്ടെന്ന് തന്നെ സാറാമ്മ ഞെട്ടിത്തെറിച്ചുകൊണ്ട് വേഗം തന്നെ വിളിച്ചു പറഞ്ഞു 2 കാപ്പി. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം ആരംഭിച്ചത്. 2 പേർക്ക് 2 അഭിപ്രായമായി. അപ്പോൾ കേശവൻ നായർ വളരെ സങ്കടപ്പെട്ടു. കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹം 2 ചായയൊക്കെ ഓർഡർ ചെയ്യണത്. നിങ്ങൾ പ്രണയിക്കുന്നവരുടെ കാര്യം ചിന്തിക്കുമ്പോൾ അറിയാം, അവരെപ്പോഴും ഈ 2 എന്നതിലേക്ക് വരും. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ നിന്ന് 2ലേക്ക് വരും. തന്നെ ഒരൊറ്റ ഷെയ്ക്കൊക്കെ കുടിച്ചവർ 2 ഷെയ്ക്കൊക്കെ കുടിക്കാൻ തുടങ്ങുന്നത് പ്രണയത്തിലാകുമ്പോഴാണ്. അപ്പോൾ അതൊരു പ്രണയത്തിന് മാത്രമുള്ളൊരു ശക്തിയാണ്, ഒരാളെയും കൂടി തന്നിലേക്ക് കൊണ്ടുവരിക, സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ കുറച്ചു നേരം ഈ കേശവൻ നായരും ഒന്ന് ആലോചിച്ചു, സാറാമ്മയും ഒന്നും ആലോചിച്ചു. അങ്ങനെ ആ കുറഞ്ഞ ഇടവേളകളിൽ
അവർ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് കേശവൻ നായർ പറഞ്ഞു, ഇവിടെ ഒരു ചായ. അപ്പുറത്തിരുന്ന് സാറാമ്മ പറഞ്ഞു, ഇവിടെ ഒരു കാപ്പി. അപ്പോൾ ബഷീറിൻ്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. സാറാമ്മ കാപ്പിയും കുടിച്ചു, കേശവൻ നായർ ചായയും കുടിച്ചു. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു. ലോകം അവസാനിച്ചില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചായയും കാപ്പിയും കുടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളിൽ വിശ്വസിക്കുകയും സംവാദങ്ങൾ നടത്തുകയും അങ്ങനെ വേണമെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുമ്പോഴും മനുഷ്യരെന്ന രീതിയിൽ നിങ്ങൾ സാഹോദര്യത്തോടുകൂടി ചേർന്നിരിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഈ തത്വചിന്തയുടെയും ഭക്തിയുടെയും ദൈവത്തിൻ്റെയും ഒക്കെ ആകത്തുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരായി ഒരു മാതൃകാ സമൂഹമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പുതിയ തലമുറയിലാണ് പ്രതീക്ഷ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.